തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 അവസാന മാസമായിരിക്കുന്ന ഡിസംബർ മാസത്തിൻ്റെ 14-ാം തീയതി നമ്മൾ 10 മണിക്ക് കൂടി വന്ന രാത്രി പ്രാർത്ഥനയുടെ വചന ശുശ്രൂഷയിലേക്ക് 15-ാം തീയതി ആണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2-2.5 മണിക്കൂറോളം ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്കൊന്നിച്ച് വിവിധ വിഷയങ്ങളെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും സാക്ഷ്യങ്ങളെ കേൾക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രി അല്പസമയ ദൈവം എന്ന ചിന്തയ്ക്കായിട്ട് നമുക്ക് പരിചിതമായിരിക്കുന്ന 121-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ അവസാന വാക്യം ഞാൻ വായിക്കുന്നു. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പരിചിതമായിരിക്കുന്ന സങ്കീർത്തനമാണ് 121-ാം സങ്കീർത്തനം. സാധാരണ നമ്മൾ യാത്രാവേളകളിൽ യാത്ര പോകുന്നതിന് മുമ്പായി കാണാതെ പറയുന്ന ഒരു സങ്കീർത്തനമാണ്. ഓർമ്മശക്തിയുള്ളവർക്ക് ഇത് മുഴുവൻ കാണാതെ പറയാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളത് വായിക്കും. ഈ സങ്കീർത്തനം 121-ാം സങ്കീർത്തനം പൊതുവെ നമ്മൾ യാത്രയ്ക്ക് മുമ്പായിട്ട് നമ്മൾ പാടുന്ന ഒരു സങ്കീർത്തനമാണ്. ഇവിടെ പറയുന്ന യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അപ്പോൾ ഈ യാത്ര പോകുന്നതും മടങ്ങി വരുന്നതും, ഗമനം ആഗമനം, നമുക്കറിയാം സാധാരണ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് കാണുന്നത് ഡിപ്പാർച്ചർ പ്ലേസും കാണും, അതുപോലെ തന്നെ അറൈവൽ ഏരിയയും കാണും. എന്ന് പറഞ്ഞാൽ ഒരു എൻട്രൻസ് കൂടെ യാത്ര പോകാൻ വേണ്ടിയാണ്, അത് ഡിപ്പാർച്ചറിന് വേണ്ടിയാണെങ്കിൽ മറ്റൊരു ഭാഗം അറൈവലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ യാത്ര പോകാനാണെങ്കിൽ നമ്മൾ ഗമനം ഡിപ്പാർച്ചറിലേക്ക് പോകും. വരികയാണെങ്കിൽ ഡിപ്പാർച്ച് ചെയ്തിടത്തും നമ്മൾ തിരിച്ച് അറൈവലിൽ വന്നാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഗമനാഗമനങ്ങളെ നമുക്കറിയാം. അപ്പോൾ യാത്രയുള്ള ബന്ധത്തിൽ ഗമനത്തെ പറയാറുണ്ട്, പോകുന്നതിനെ പുറപ്പെടുന്നതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഗമനാഗമനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളെയാണ് ദൈവം പരിപാലിക്കുന്നത് എന്നാണ് അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. 121-ാം സങ്കീർത്തനത്തിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളിലാണ് ഒരു യാത്ര പോയി മടങ്ങി വരുന്നതിനുള്ള കരുതൽ ദൈവം നൽകുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഈ 121-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒരു അപേക്ഷയാണ്, പ്രാർത്ഥനയാണ്. യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ടൊരു അപേക്ഷയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇവിടെ ഈ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുക എന്നതിൻ്റെ അർത്ഥം നമുക്കൊരു ആവശ്യം വരുമ്പോൾ നാം എപ്പോഴും നമ്മളൊരു ഉയർന്ന സ്ഥലത്തേക്ക് നാം നോക്കുകയുള്ളൂ. നമുക്കൊരു സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും നാം നോക്കുന്നത് നമ്മളെക്കാൾ സമ്പത്തുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുകയുള്ളൂ. താഴെയുള്ള ഒരാൾ നമ്മൾ ചോദിക്കാൻ പോകത്തില്ല, കാരണം നമുക്കറിയാം ചോദിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ രോഗിയാണെങ്കിൽ നാം മറ്റൊരു രോഗിയോടല്ല ചോദിക്കുന്നത്, അതിന് പറ്റിയ ഉയർന്ന ഒരാളെ എന്ന് നോക്കും. അപ്പോൾ പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി നാം ആയിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ കിട്ടണമെങ്കിൽ അതിനേക്കാൾ മീതെയുള്ള ഒരാളെയാണ് നാം നോക്കുന്നത്. അതാണ് പർവ്വതങ്ങൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഒരു ആവശ്യം വന്നു, നമ്മുടെ ആവശ്യം വരുമ്പോൾ ഈ വിഷയത്തെ തന്നെ സഹായിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ ആ വിഷയമാണ് നമ്മൾ അദ്ദേഹത്തോടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരിക്കലും താഴ്ന്ന ഒരു രീതിയിലേക്ക് പോകത്തില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊരു സഹായം വേണമെങ്കിൽ ഞാൻ പൊതുവായിട്ടുള്ള രീതി പറയുന്നത് താഴ്ന്നിരിക്കുന്ന ഒരു ആളിൽ നിന്നത് ലഭിക്കാൻ സാധിക്കത്തില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉയരങ്ങളിലേക്കായിരിക്കും നോക്കുന്നത്, അതാണ് പർവ്വതങ്ങളിലേക്ക് നോക്കുക എന്നതിൻ്റെ ഉദ്ദേശം. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ പലരിലേക്ക് നോക്കിയാലും അവിടെ ഒന്നും എനിക്ക് കണ്ണുകൾ ഉയർത്തും. ഞാൻ പലരെ നോക്കാറുണ്ട്, പല ആശ്രയത്തിലേക്ക് നോക്കാറുണ്ട്, എവിടെ നിന്നാണ് ഒരു സഹായമെന്ന് നോക്കുന്നു. എൻ്റെ കണ്ണ് ഇങ്ങനെ പർവ്വതങ്ങളിലേക്ക് ഞാൻ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അപ്പം അവിടെ ചോദ്യമാണെങ്കിൽ അങ്ങനെ ഒരുപാട് റൂറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെക്കാൾ ഉയർന്നിരിക്കുന്ന, എന്നെ ഒരുപക്ഷെ സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും ആൾക്കാരും പ്രസ്ഥാനങ്ങളുമുണ്ട്. എന്നാൽ അതിൽ എനിക്ക് സാധ്യമല്ല, എന്നാൽ അതിനും മീതെ എനിക്കൊരു സഹായം ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ കാര്യം സാധ്യമല്ല എന്ന് കണ്ടതുകൊണ്ട് പറയുകയാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ ആശ്രയിക്കാൻ പറ്റുന്ന
മേഖലകൾ, ബാങ്കുകൾ, പ്രസ്ഥാനങ്ങൾ, ആശുപത്രികൾ, ഇതൊക്കെ നമുക്ക് മുകളിലുള്ള പർവ്വതങ്ങൾ പോലെയാണ്. നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രോഗം വന്ന അന്നേരം നമ്മൾ ഏറ്റവും നല്ല ആശുപത്രി ഏതാണ് നമ്മൾ നോക്കുന്നത്? ഒരു പർവ്വതമായിട്ടാണ് ചിന്തിക്കുന്നത്. നമുക്കൊരാവശ്യം വന്നു ലോൺ, അല്ലെങ്കിൽ നമുക്കൊരു സഹായം, മറ്റുള്ള എന്തെങ്കിലും ആകട്ടെ, അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഇവിടെ ഭക്തൻ പറയുകയാണ്, എനിക്ക് അങ്ങനെ ഞാൻ നോക്കിയാൽ എനിക്ക് എൻ്റെ വിഷയത്തിന് പരിഹാരം പറ്റുവാൻ ഇവിടെ ഒന്നും കഴിയത്തില്ല. എന്നാൽ എനിക്ക് എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എവിടെ നിന്ന് വരും എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറയുകയാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. അപ്പോൾ ഈ യഹോവയെങ്കിൽ നിന്ന് വരുന്ന ദൈവത്തോട് അവൻ്റെ ആവശ്യം മറ്റൊന്നുമല്ല, അവൻ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്, അവൻ പോയിട്ട് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ആവശ്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് ആവശ്യം കാലുറപ്പുണ്ടായിരിക്കണം. നമ്മൾ പോകുന്ന യാത്രയ്ക്ക് നമുക്ക് ബലമില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു യാത്ര പുറപ്പെടണമെങ്കിൽ, അത് മടങ്ങി വരണമെങ്കിൽ, ഒന്ന് അതിൻ്റെ കാൽ വഴുതുവാൻ എന്ന് പറഞ്ഞാൽ, കാൽ വഴുതുന്ന വഴുവഴുപ്പ് എന്നാൽ നമ്മൾ വീണുപോകും, നമുക്ക് നടക്കാൻ പറ്റത്തില്ല. എന്നാൽ നമുക്കൊരു ഉറപ്പുള്ള ഒരു സങ്കേതം, ഉറപ്പുള്ള നിലമാണെങ്കിൽ മാത്രമേ നമുക്ക് വഴുതാതെ പോകാൻ കഴിയൂ. അപ്പോൾ പാത നിരപ്പാക്കി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അപ്പോൾ യാത്ര പോകണമോ, വഴുവഴുപ്പില്ലാത്ത ഉറപ്പുള്ള ഒരു പാത ഉറപ്പാക്കി തരണം. അപ്പൊ ഇവിടെ ഇസ്രായേൽ വരുന്ന സമയത്ത് നമുക്കറിയാം, അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു. ആ സമയത്ത് അവിടെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിച്ചില്ല, ഇടറിപ്പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം അവർക്ക് വേണ്ടി അവരെ കരുതുവാനിടയാക്കുന്നു. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഇവിടെ പറയുകയാണ്, ഈ പരിപാലകൻ ഉറങ്ങുന്നവനും മയങ്ങുന്നവനാകാൻ പാടില്ല. കാരണം ഇവിടുന്ന് യാത്ര പുറപ്പെട്ടാൽ, വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു, ഇനി ഒരു മടങ്ങി വീട്ടിൽ വരുന്നവരെയും നമ്മൾ അന്യദേശങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പരിചിതമില്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയാത്ത പരിചിതമില്ലാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് അവിടെ പരിചിതമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെ പരിപാലിക്കുവാൻ, നമ്മളെ കാക്കുവാൻ മയങ്ങാത്ത, ഉറങ്ങാത്ത ഒരുവൻ വേണം. ഇപ്പോൾ സ്വന്തം സ്ഥലം വിട്ടുകഴിഞ്ഞാൽ, നമ്മുടെ വീട് വിട്ടുകഴിഞ്ഞാൽ, നാം വീട്ടിൽ മടങ്ങി വരുവോളും, നാം യാത്ര പുറപ്പെട്ട് മടങ്ങി വരുവോളും നമ്മൾ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞത് ഈ പല സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ പുതിയ പുതിയ പരിസ്ഥിതികളും പുതിയ പുതിയ അനുഭവങ്ങളുമായിരിക്കും, സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മെ ഉറങ്ങാതെ മയങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കരമുണ്ടായിരിക്കണം. രണ്ട്, യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നാം തേടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തെങ്കിൽ ആ ദേശത്ത്, പരിചയമില്ലാത്ത സ്ഥലത്ത്, നിനക്ക് യാതൊരു പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിലും അവിടെ ദൈവം വലത്ത് ഭാഗത്ത് തണൽ നൽകുവാൻ ദൈവം കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുണയായവൻ കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയാണ്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഞാൻ ഈ സംഗീതത്തിന് മുഴുവൻ വായിച്ചു പോകുന്നത് ഒരു യാത്രയുടെ ആരംഭം മുതൽ എൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ. ഒന്ന്, കാൽ വഴുതുവാൻ ഇടയാകരുത്. സംരക്ഷിക്കുന്നവൻ രാവിലെയും രാത്രിയിലും പകലും ഉറങ്ങാതെ മയങ്ങാതെ കാവൽ ചെയ്യുന്നവൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം, നമ്മുടെ യാത്ര പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി. മൂന്ന്, എപ്പോഴും സഹായത്തിന് നമ്മുടെ വലത്ത് ഭാഗത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. നാലിവിടെ പറഞ്ഞിരിക്കുന്നത്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ബാധകളൊന്നും അടുത്തു വരാതെ ദൈവത്തിന്റെ സംരക്ഷണം പകലിലും രാത്രിയിലും ഉണ്ടായിരിക്കണം. ആറാമത് പറഞ്ഞിരിക്കുന്നത്, ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവിടെ നീ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ നോക്കി എവിടെ നിന്ന് സഹായം വരുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോൾ പറയുകയാണ്, അവന് മനസ്സിലായി ദൈവത്തിന്റെ പരിപാലനമുണ്ട്. ഈ യാത്ര പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി, അത് ഞാൻ എന്തുദ്ദേശിക്കുന്നുവോ അത് ചെയ്ത് മടങ്ങി വരുവാൻ വേണ്ടി ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇങ്ങനെ ഒരു യാത്ര പുറപ്പെട്ട് ആ യാത്ര കാൽ വഴുതി പോകാതെ കാത്ത് നമ്മെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാത്ത് നമ്മെ പരിപാലിച്ച് നമ്മുടെ പരിപാലകനായി നമുക്ക് വലത്ത് ഭാഗത്ത് തുണയായി തണലായി നമ്മൾ രാവിലെ പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ബാധിക്കാതെ ഒരു ദോഷവും തട്ടാതെ പ്രാണനെ
പരിപാലിച്ച് മടക്കിക്കൊണ്ടിരുമ്പോഴാണ് ഗമനത്തെയും ആഗമനത്തെയും ദൈവം പരിപാലിച്ചു എന്ന് പറയുന്നത്. ഇത്രയും സംഭവങ്ങൾ ഒരു ഗമനാഗമനങ്ങളിലുണ്ട്. നിങ്ങൾ നമ്മുടെ യാത്രകളൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കി എങ്ങനെയല്ല ചെയ്യാറുള്ളത്? ഇവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണിത് എപ്പോഴും നാം പാടുന്നത്. യാത്രയിലൊക്കെ കർത്താവേ, വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുന്നു, മടങ്ങി വരുവോളം നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. പോകുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മടങ്ങി വരണം. ഞാൻ വേഗത്തിൽ ഒരു വ്യക്തിയെ ഇത് സംബന്ധമായിട്ട് വെളിപ്പെടുത്താം. നമുക്ക് അറിയാവുന്ന പരിചിതമായിരിക്കുന്ന ഒരു കാര്യം ഇത്രയും പറഞ്ഞു വന്നത്, ഈ സംഭവങ്ങളെല്ലാം അനുഭവമായിരിക്കുന്ന ജീവിതങ്ങളുടെ അവരുടെ അനുഭവത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് സങ്കീർത്തനങ്ങൾ. ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ, അല്ലെങ്കിൽ അവർ കരുതിയിരുന്ന അവരുടെ പിതാക്കന്മാരുടെ സംഭവങ്ങളെ, ചരിത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ. അതുപോലെ തന്നെ ഭാവി മശിഹയെക്കുറിച്ചുള്ള ചിന്തകൾ വന്നപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ കണ്ടുകൊണ്ട് യേശുവിനെ കുറിച്ചുള്ള മശിഹ സങ്കീർത്തനം രേഖപ്പെടുത്തി. അപ്പോൾ ഓരോ സങ്കീർത്തനങ്ങളുടെ ഇതിവൃത്തം നമ്മൾ നോക്കുമ്പോൾ അതിന്റെ പിമ്പിൽ, അതിന്റെ പുറയിലെല്ലാം മറിഞ്ഞിരിക്കുന്ന ആത്മീയ ദാർശനികതയുണ്ട്, കാഴ്ചപ്പാടുകളുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഞാൻ വേഗത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന 121 സങ്കീർത്തനം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയെ എടുത്ത് കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ കൈവിടാതെ നിന്നോട് അരുളിച്ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യാക്കോബിന്റെ യാത്രയിൽ ദൈവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം അവനോട് കൂടെയുണ്ട്. എന്നിട്ട് പറയാണ്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചെയ്തത് നിവർത്തിക്കും. ഇപ്പൊ ഇവിടെ അവന്റെ യാത്രയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. വീട്ടിൽ നിന്ന് 40-ാമത്തെ വയസ്സ്, ഏകദേശം 40-ാമത്തെ വയസ്സിൽ അവന്റെ അപ്പന് 60 വയസ്സുള്ള ആ സമയത്ത്, 80 വയസ്സുള്ള സമയത്ത്, യാക്കോബിന് സമയം 80 വയസ്സാണ് അന്നേരം. യാക്കോബിന് 40 വയസ്സും ഇസഹാക്കിന് 80 വയസ്സും. ഇപ്പോൾ പിതാവിന് 80 വയസ്സുണ്ട്. യാത്ര തിരിക്കുന്ന, വീട്ടിൽ നിന്ന് അത്യാവശ്യമായി മാറിപ്പോകേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായി തീർന്ന യാക്കോബ് അവൻ്റെ 40-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് സ്വന്തം അമ്മയും അപ്പനെയും താൻ സ്നേഹിച്ചിരുന്ന കുടുംബത്തെ വിട്ട് യാത്ര ചെയ്യേണ്ട ഒരു സന്ദർഭം വരികയാണ്. അപ്പോൾ ഇവിടുന്ന് മറ്റൊരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ യാക്കോബ് ഒരിക്കലും അവിടുന്ന് പോകത്തില്ല. എന്നാൽ അവനെ അവിടുന്ന് പറിച്ചു മാറ്റണം, അല്ലെങ്കിൽ അവനെ അവിടുന്ന് ദൈവം പതനരാമിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു, ദൈവത്തിന്റെ ആലോചനയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആ കുടുംബത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചത്. ഇവിടെ അവന് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവനെ നിർബന്ധിച്ചുകൊണ്ട് അമ്മ യാത്ര അയക്കുകയാണ്. അവനോടൊന്ന് യാത്ര തിരിച്ച് എങ്ങോട്ടാ പോകണമെന്നുള്ള വഴി അവന് സ്ഥലം അറിയാം, പക്ഷേ താൻ അങ്ങനെയൊരു യാത്രയോ പരിചയം ഉള്ളവനല്ല. എന്നാൽ അവനൊന്നറിയാമായിരുന്നു, അവൻ കണ്ടു വളർന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ജീവിതം കണ്ടു വളർന്നവനാണ്. അവരോട് കൂടെ കൂടാരങ്ങളിൽ പാർത്ത അബ്രഹാമിന് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണെന്ന് അറിയാമായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ വളരുന്ന നമ്മുടെ മക്കൾ, കൊച്ചുമക്കൾ, അവര് കണ്ടു വളരുന്നതായിരിക്കും അവിടെ ജീവിതത്തിന്റെ ആശ്രയം. സിനിമ കാണുന്ന ഒരു വീട്ടിലാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് സിനിമ കാണാനുള്ള ആഗ്രഹമായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ വീട്ടിലുള്ള സാഹചര്യം, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന
സ്വർഗീയ പ്രത്യാശ ഉണ്ടായിരുന്ന അബ്രഹാമിനോടും ഇസഹാക്കിനോടും കൂടെ വളർന്ന യാക്കോബിന് ഒരു ഹൃദയത്തിൽ അവന് സ്വർഗീയമായിരിക്കുന്ന ദർശനമുണ്ടായിരുന്നു. എന്നാൽ ജ്യേഷ്ഠനായിരുന്നു യേശാവ്. യേശാവിന് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്. അവൻ്റെ ജീവിതം ഭൗമിക ചിന്തകളായിരുന്നു. അവനൊരിക്കലും കൂടാരത്തിൽ വസിക്കുന്നവനായിരുന്നില്ല. വനസഞ്ചാരിയായി അവൻ വേട്ടമൃഗങ്ങളെ തേടി നടക്കുന്ന ഒരു ശീഘ്രകാമിയായിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിവും മിടുക്കുമൊക്കെ ഉള്ളവനാ. ഭൗമിക ജീവിതത്തിൽ വേട്ടയാടി പിടിക്കുവാനുള്ള നല്ല കഴിവും പ്രാപ്തിയുള്ളവനാണ് യേശാവ്. എന്നാൽ യാക്കോബ് സാധുശീലനായിരുന്നു. അവന് അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല, ഭൗമികമായിട്ടുള്ള കഴിവുകളൊന്നുമില്ല. അവൻ വേട്ടയാടുന്നതിൽ സമർത്ഥനായിരുന്നില്ല. എന്നാൽ അവൻ സമർത്ഥനായിരുന്നത് സ്വർഗീയ ദർശനത്തിലായിരുന്നു. അവൻ്റെ പിതാവായിരിക്കുന്ന ഇസഹാക്കിനോടും അവൻ്റെ അപ്പനായിരിക്കുന്ന അബ്രഹാമിനോടും അവൻ കണ്ട് മനസ്സിലാക്കിയത്, അവൻ മനസ്സായി സംസാരിക്കുന്ന, ഇടപെടുന്ന, ആവശ്യഘട്ടങ്ങളിൽ സംസാരിക്കുന്ന, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു വല്യപ്പൻ്റെയും മകൻ്റെയും തലമുറയായതുകൊണ്ട് ഇസഹാക്കിനെപ്പോഴും യാക്കോബിനെപ്പോഴും ദൈവാശ്രയമുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ദൈവാശ്രയമുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ അവിടുന്ന് അനുഗ്രഹിച്ചയക്കുമ്പോൾ യാക്കോബ് ബേർശേബയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പോൾ അവൻ പുറപ്പെട്ടപ്പോൾ ഏകനായിട്ട് പുറപ്പെടുകയാണ്. ദൈവത്തിൻ്റെ കരുതലൊന്നും അവന് വെളിപ്പെട്ടിട്ടില്ല. അവനോട് പറഞ്ഞില്ല നിന്റെ ഗമനാഗമനങ്ങളെ പരിപാലിക്കാമെന്ന്. എന്നാൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി അവനെ പറഞ്ഞയക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ പിൻപിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടി പ്രവർത്തിപ്പാനിടയായിത്തീരും. അപ്പോൾ ഇവൻ പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അപ്പോൾ അന്ന് ആ രാത്രിയിൽ അവൻ പകൽ മുഴുവൻ സഞ്ചരിച്ചു. രാത്രിയോടടുത്തപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഇവൻ എവിടെ പാർക്കണമെന്ന് അറിയത്തില്ല, എവിടെയാണ് എങ്ങോട്ടാണെന്നുള്ള യാത്ര അറിയത്തില്ല, പരിചിതമായിരിക്കുന്ന ഒരു കാര്യമല്ല, ഒന്നും അവന് പരിചിതമായിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ അവിടെ അവൻ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. നല്ല ക്ഷീണിതനായിരിക്കുന്ന യാക്കോബ്. അവന് തുടർന്ന് സഞ്ചരിക്കാൻ കഴിയത്തില്ല. രാത്രിയായി. പകൽ മാത്രമേ സഞ്ചരിപ്പാൻ കഴിയൂ. രാത്രിയിൽ ഇരുട്ടിൽ അവന് സഞ്ചരിപ്പാൻ കഴിയത്തില്ല. അവൻ അവിടെ കിടന്നുറങ്ങിയത് ദൈവം അവനെ കിടത്തി ഉറക്കിയതാ. ഇവൻ എവിടെ വന്നപ്പോൾ ആ കിടന്നുറങ്ങിയെന്നറിയാമോ? ദൈവം അവനോട് സംസാരിക്കേണ്ട സ്ഥലത്തെത്തുന്നവരെയും അവന്റെ സൂര്യൻ അസ്തമിച്ചില്ല. ദൈവം ഒരു പദ്ധതി ഇട്ട് ഒരുവന്റെ മേൽ ദൃഷ്ടി വെച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നീ കിടന്നുറങ്ങേണ്ടത് എന്നത് ദൈവമാ തീരുമാനിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി വെച്ചാണ് ആലോചന പറഞ്ഞു കൊടുക്കുന്നത്. യാക്കോബേ, നിന്റെ ജീവിതത്തിന്റെ യാത്രയിൽ നിന്റെ പ്ലാൻ അനുസരിച്ചല്ല നീ സഞ്ചരിക്കുന്നത്. നിന്റെ മാതാപിതാക്കൾ നിന്റെ അപ്പനും വല്യപ്പനും ദൈവിക ദർശനമുള്ളവരായതുകൊണ്ട് നിന്റെ മേലും ആ ദർശനം ദൈവം പകർന്നിട്ടുണ്ട്. നീ അവരിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിന്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നത് ദൈവമാണ്. അപ്പോൾ ഇവിടെ ഇവൻ എത്തിച്ചേർന്ന സ്ഥലം ലൂസ് എന്ന സ്ഥലത്ത് എത്തുന്നവരെയും സൂര്യൻ അസ്തമിച്ചില്ല. അപ്പോൾ അതിന് മുമ്പൊരു സ്ഥലത്ത് ദൈവം കടത്താൻ ദൈവനെ സമ്മതിച്ചില്ല. ലൂസ് എന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എവിടെയാണോ അവൻ അവകാശം കിട്ടേണ്ടത്, എവിടെയാണോ ദൈവത്തിന്റെ ഭവനമാകേണ്ട സ്ഥലമാകുന്നത്, അഥവാ ദൈവത്തിന്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ എവിടെയാണോ ഇസ്രായേൽ പണിയേണ്ടത്, അവനെ അവിടെ എത്തിച്ച് അവിടെ കിടത്തേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ യാക്കോബിനതൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ ആരായിരിക്കണമെന്നും എന്തായിരിക്കണമെന്നും
അവൻ കിടക്കുന്ന സ്ഥലം എവിടെയായിരിക്കണമെന്നും സ്വർഗം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. കാരണം അവൻ മുഖാന്തരം ദൈവം ആ സ്ഥലത്തെ ദൈവത്തിന്റെ ഭവനമാക്കാൻ വേണ്ടിയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെയാണ് ദൈവം അവന് കിടക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസം, ഈ രാത്രി പ്രാർത്ഥനയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, അതെ, അന്ന് അബ്രഹാമും ഇസഹാക്കും യാക്കോബും കൂടി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ, ആ കാത്തിരുന്ന നഗരത്തിന്റെ അടിസ്ഥാനം ഇടുവാൻ വേണ്ടി ദൈവം കണ്ട വ്യക്തിയായിരുന്നു യാക്കോബ്. അതുകൊണ്ട് ദൈവം അവനെ അവിടുന്ന് പറിച്ചു നടുമ്പോൾ, പതനരാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ദൈവം അവനെ ഉറങ്ങുവാൻ വേണ്ടി, കിടന്നുറങ്ങുവാൻ വേണ്ടി അവന് സ്ഥലം ഒരുക്കി കൊടുത്തത് എവിടെയാണോ ലൂസിനെ മാറ്റി ദൈവത്തിന്റെ ഭവനമാക്കേണ്ടത്, അവിടെ വന്നപ്പോൾ അവന്റെ സൂര്യൻ അവിടെ അസ്തമിച്ചു. അവൻ അവിടെ കിടന്നുറങ്ങി. രാത്രിയിലും നമ്മുടെ ജീവിതത്തിലും ചില ക്ഷീണങ്ങളൊക്കെ വന്ന് ഞാൻ നിങ്ങളും കിടക്കുന്നതൊക്കെ ദൈവം കാണുന്നുണ്ട്. ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തികരണത്തിന് വേണ്ടിയാ ചില യാത്രകളെ ദൈവം ഒരുക്കുന്നത്. ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തികരണത്തിന് വേണ്ടിയാ ചില ക്ഷീണം ദൈവം വരുത്തുന്നത്. രാത്രി ക്ഷീണം വന്ന് വെറുതെ കിടക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരുപക്ഷെ നീ തളർന്ന് കിടക്കുമ്പോൾ, അത് ഭാരപ്പെട്ട് കിടക്കുമ്പോൾ, മുമ്പോട്ടുള്ള ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയാ ചില രോഗങ്ങളും ചില ഭാരങ്ങളും ഇട്ട് കിടത്തുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. കാരണം സൂര്യൻ അസ്തമിക്കും. അവിടെ സൂര്യൻ അസ്തമിച്ചാൽ എന്നേക്കും അസ്തമിക്കാൻ വേണ്ടിയല്ല, ചിലതിനെ പേര് മാറ്റുവാൻ വേണ്ടി, ചിലതിനെ പണിതെടുക്കാൻ വേണ്ടിയാ യാക്കോബേ നിന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചതെങ്കിൽ അവിടെ കിടന്നിറങ്ങി കഴിഞ്ഞപ്പോൾ, അന്ന് ആ രാത്രിയിൽ അവൻ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. അവൻ മനസ്സിലാക്കി, ദൈവത്തിന് എന്നോട് ഇടപെടുവാൻ ഉണ്ട്, അവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ളത് അവന് മനസ്സിലായപ്പോൾ ദൈവനോട് സംസാരിച്ചു. അവൻ ദർശനം കണ്ടു. ദൈവം പറഞ്ഞു, നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോയിന്റിൽ ഇവനെ കിടത്തി. എന്നിട്ട് പറഞ്ഞു, വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പോയിന്റിൽ, കേന്ദ്ര ബിന്ദുവിൽ ഇവൻ കിടക്കുകയാണ്. അവൻ അറിയത്തില്ലായിരുന്നു ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്. അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ള ദേശം നിനക്ക് തരുമെന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവനെ വേറൊരു സ്ഥലത്ത് കൊണ്ട് കിടത്തിയാൽ ഇങ്ങനെ അതിര് പറയാൻ കഴിയത്തില്ല. ദൈവം അവനെ എവിടെയാണോ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന കനാൻ ദേശത്തിന്റെ മധ്യഭാഗത്ത് അവനെ കൊണ്ടെത്തിച്ചിട്ട് പറഞ്ഞു, നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. അത് പറഞ്ഞു, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും പടരുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് യാക്കോബിനത് മനസ്സിലായില്ല. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോട് സംസാരിച്ച ദൂതുകളും ആലോചനകളും നമുക്കന്നേരം മനസ്സിലാകത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ വിഷയം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിലായിരിക്കും നാം ഓടി നടക്കുന്നത്. പക്ഷേ യാക്കോബ് പോകുന്നത് ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവം അവന്റെ ഭൗതിക ജീവിതത്തിൽ ദൈവം അവനെ കൊണ്ട് കണ്ടിരുന്നത് വലിയൊരു ആത്മീയ ദൗത്യമായിരുന്നു. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയും എന്റെയും ജീവിതത്തിലൊക്കെ പലപ്പോഴും ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിലാ നാം ആവലാതി കാണിക്കുന്നതെങ്കിലും ദൈവത്തിന് നമ്മുടെ പിമ്പിൽ ദൈവത്തിൻ്റെ ആലോചനയുണ്ട്. അത് മുഖാന്തരമായി ചില കാര്യങ്ങളെ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിവർത്തീകരിക്കേണ്ടതിന്റെ സമയമാകുമ്പോൾ ദൈവം ചെയ്യും. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഇസഹാക്കിലൂടെ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ യാക്കോബിനെ ദൈവം ഈ സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തണമായിരുന്നു. അതുകൊണ്ടാണ് അവനെ അവിടെ ദൈവം കൊണ്ടുപോയി കിടത്തിയത്. 40-ാമത്തെ വയസ്സിൽ അവൻ അവിടെ കിടന്ന് ദർശനം കണ്ടു. ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിനൊരു കുളിർമയുണ്ടായി. അവന് വലിയൊരു ആശ്വാസം ലഭിച്ചു. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും
സ്വർഗീയ ദർശനങ്ങൾ വെളിപ്പാടുകളും കണ്ടിട്ട് നമുക്ക് സന്തോഷമുള്ളത് കണ്ടു കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ചൈതന്യമുണ്ടായിരിക്കും, ഒരു സന്തോഷമുണ്ടായിരിക്കും. ഈ വർഷം തീരുന്നതിന് മുമ്പായി ദൈവം നമുക്ക് വേണ്ടി ചില ദർശനങ്ങളെ തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ വേദനകളും ഭാരങ്ങളും വിമ്മിഷ്ടങ്ങളും നെടുവീർപ്പുകളും കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ സംഘർഷം ദൈവം കാണുന്നുണ്ട്. അതെ യാക്കോബേ, നീ കടന്നുപോയ വേളകളിൽ നിന്റെ ഹൃദയത്തിന്റെ ഭാരം ദൈവം കാണുന്നുണ്ട്. അപ്പനെ അമ്മയും വിട്ടുപിരിഞ്ഞ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വലിയ വേദനയായി, വിഷമായി, പ്രയാസമായി, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് യാക്കോബ് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അവനോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ദൈവം അവനൊരു ശാന്തത കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അവന്റെ ഹൃദയത്തിൽ സമാധാനം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാകുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്നവരെ, ദൈവത്തിന്റെ ദർശനം കണ്ടു കഴിയുമ്പോൾ കലങ്ങി മറിഞ്ഞിരിക്കുന്ന, നിരാശയുടെ പാട വീണിരിക്കുന്ന ചില കണ്ണുകളിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ, ദൈവത്തിന്റെ പ്രത്യാശ ദൈവം പകരുകയാണ്. അത് പല വിഷയങ്ങളാൽ ഭാരപ്പെട്ട് നിരാശയുടെ കണ്ണുകളായി ജീവിതങ്ങളായി തീരുമ്പോൾ അവരുടെ മേൽ ദൈവദർശനം വരുമ്പോൾ അത് ചൈതന്യമുണ്ടാകുവാൻ ഇടയാകുന്നത് പോലെ, അതെ യാക്കോബിന്റെ ജീവിതത്തിൽ നിരാശയുടെ കണ്ണുനീർ വീഴ്ത്ത് കണ്ണുനീർ ഒഴുകി വല്ലാതെ നിരാശ പിടിച്ചു കിടന്ന യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളിൽ പ്രകാശമുണ്ടാകുവാൻ ഇടയാത്തുന്നു. മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയ ഊർജം ദൈവം അവർ പകർന്നു കൊടുക്കുവാൻ ഇടയാത്തുന്നു. അങ്ങോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ദൈവം അവനെ ശക്തീകരിച്ചു. ഞാനിത് മുഴുവൻ എടുത്തു പോയി കഴിഞ്ഞാൽ രാത്രിയിലെ മുഴുവൻ സമയം വേണ്ടി വരും. നമ്മുടെ പ്രാർത്ഥനയുടെ മുഴുവൻ സമയം വേണ്ടി. അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ വേഗത്തിൽ പറയാം. അവന്റെ ജീവിതത്തിൽ ദൈവം അവനെ അങ്ങോട്ടുള്ള യാത്രയിൽ ദൈവനെ സന്ദർശിച്ച് അവന്റെ കണ്ണിൽ നിന്ന് ഇരുട്ടെല്ലാം അങ്ങ് മാറ്റി. അതുവരെയും ഒരു ഭാരമായിരുന്നു, ഒരു വേദനയായിരുന്നു. രാത്രിയിലെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ കണ്ണുകളിൽ ഇരുട്ട് മാറ്റാൻ പോകുക. പല വിഷയങ്ങളും ഓർത്ത് മങ്ങിപ്പോകുന്ന ജീവിതമേ, ഹൃദയത്തിനകത്ത് വേദന കൊണ്ട് നമ്മുടെ കണ്ണുകൾ പലപ്പോഴും മങ്ങിപ്പോകാറുണ്ട്. കാണേണ്ടതുപോലെ കാണാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നിരാശകളിൽ നമ്മുടെ കണ്ണുകൾ മങ്ങിപ്പോകുമ്പോൾ, എല്ലാം പ്രതീക്ഷകൾ അറ്റുപോകുമ്പോൾ ദൈവം ദർശനം നൽകുന്ന ദൈവമാ, ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി പ്ലാനുകളും പദ്ധതികളും യാക്കോബിന്റെ ഹൃദയത്തിൽ ദൈവം കൊടുക്കാതെ തീർന്നു. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു കാലടിയല്ല ഉണ്ടായിരുന്നത്. അവന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ ദൂരം അവന് മനസ്സിലാകുവാൻ തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ആടി ഒലഞ്ഞ കാലുകളുമായി ഭാരത്തോടും വേദനയോടും കൂടിയ വീട്ടിൽ നിന്ന് യാക്കോബ് ഇറങ്ങിയത്. അവന്റെ കാലുകൾ ആടിപ്പോകുന്നത് സ്വർഗം കണ്ടിരുന്നു. വാഗ്ദത്തം ലഭിച്ചവന്റെ കാലുകൾ ആടി തുടങ്ങുമ്പോൾ അവനോട് സംസാരിക്കാൻ വേണ്ടി, അവന്റെ കാലുകൾ വഴുതി പോകാതിരിക്കാൻ വേണ്ടി, അവനെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം അടുത്ത് വരുന്നുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഈ യാത്രയിൽ, ജീവിതയാത്രയിൽ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അങ്ങനെ അല്ലായിരുന്നോ യാക്കോബ് ഇറങ്ങിയത്? വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിയത് ധൈര്യത്തോടെയാണ് ഇറങ്ങിയത്. നമ്മളൊക്കെ പോകുന്ന പോലെ സൂട്ട് കേസൊക്കെ പിടിച്ച് എയർപോർട്ടിൽ പോകുന്ന പോലെയാണ് പോയത്? അല്ല, അവൻ പോയത് വളരെ ഭാരത്തോടെ, ഒന്നുമില്ലാത്തവനായി, ഒന്നും എടുക്കാൻ കഴിയാതെ ഓടിപ്പോകുക. വളരെ ഭാരത്തോടെ അവന്റെ കാലുകൾ വേച്ച ഓടിയത്, ഭയത്തോടെ ഓടിപ്പോകുക. അവൻ ഓടിപ്പോകുക. പക്ഷേ ദൈവം പറഞ്ഞു, നിന്റെ സഹായം പോകുന്ന വഴിക്ക് അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ സഹായം എനിക്ക് അവിടെ നിന്ന് വരും. ഇന്ന് രാത്രിയിൽ എന്റെ സഹായം എവിടെ നിന്ന് വരുമെന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉത്തരമായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവ ഇറങ്ങി വന്നു. യാക്കോബിന്റെ കാലുകളെ വഴുതിപ്പോകാതെ, ഇടറിപ്പോകാതെ ദൈവം ഉറപ്പിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ പിന്നീടുള്ള യാത്ര വലിയ ശക്തിയോടെയാ, ഉറപ്പുള്ള കാലുകളോടെയാ യാക്കോബ് നീങ്ങുന്നത്. ദൈവശബ്ദം കേട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഭാരപ്പെടണ്ട, ഇടറിപ്പോകണ്ട, വഴുതിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവശബ്ദം കേട്ട് ഇറങ്ങുന്ന വിഷയങ്ങളിൽ മേൽ എത്ര പ്രതിബന്ധങ്ങൾ വന്നാലും ദൈവം അത് പൂർത്തീകരിക്കും, അത് നിവൃത്തീകരിക്കുക തന്നെ ചെയ്യും. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ
കൈവിടാതെ നിന്നോട് അരുളിച്ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കമുണർന്നു. ഉറങ്ങിപ്പോയ, നിരാശ കൊണ്ട് ഉറങ്ങിപ്പോയ അന്ന് യാക്കോബ് ഉറക്കമുണ്ടെന്നത് അതിനു മുമ്പ് ഒരിക്കലും അവൻ അങ്ങനെ ഒരു സന്തോഷത്തോടെ എഴുന്നേറ്റിട്ടില്ല. കാര്യം എല്ലാം ഉണ്ടായിരുന്നെങ്കിലും, എല്ലാ സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ ദർശനം കണ്ട് എഴുന്നേൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യകരമായ ദിവസം. ജീവിതത്തിൽ അവന് വലിയ സന്തോഷമുണ്ടായത് അന്നാണ്. ഏറ്റവും അധികം ഭാരമുണ്ടായ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ ദർശനം നൽകാൻ വേണ്ടിയാണ്. ദൈവമക്കളെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ വല്ലാത്ത വേളകളിൽ ദൈവത്തിന് വലിയ ദർശനം നൽകുവാൻ ഉള്ളത് കൊണ്ടാണ് നാം ഭാരപ്പെട്ട് പലപ്പോഴുമായി തീരുന്നത്. അന്ന് യാക്കോബ് ഉണർന്നു. മറ്റു ദിവസങ്ങളെക്കാൾ ഒരു പ്രത്യേകമായിരിക്കും, ഒരു എനർജിയോട് കൂടിയാണ് യാക്കോബ് ഉണർന്നത്. കാരണം അവനന്ന് കണ്ട ദർശനം ഒരു ഉയർച്ചയെ കണ്ടത്, ഒരു ഗോപുണിയെ കണ്ടത്, കയറി ഇറങ്ങുന്നതിനെ കുറിച്ചും എല്ലാ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഇത് എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുണ്ട്, എൻ്റെ സന്തതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഇന്നീ ഞാൻ കിടക്കുന്ന, അന്യനെ പോലെ കിടക്കുന്ന, പരദേശിയായി കിടക്കുന്ന, എങ്ങോട്ടോ ഓടിപ്പോകുന്ന എനിക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വം കണ്ടിട്ട് ഞാൻ വിചാരിക്കുന്ന രാവിലെ കല്ല് നാട്ടി അവൻ അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ആ ദേശത്ത് പ്രാർത്ഥിച്ചപ്പോൾ നേർച്ച നേർന്ന് അവനവിടെ എണ്ണ ഒഴിച്ച് അതിന് ബദേൽ എന്ന് നാമകരണം ചെയ്ത് അതിന് എണ്ണ ഒഴിച്ച് അവൻ അഭിഷേകം ചെയ്യുമ്പോൾ അവൻ കുത്തി നാട്ടിയ കല്ല് അത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ ഉത്ഭവത്തിന്റെ കല്ലാണ് നാട്ടിയത്. അവിടെ ആരംഭമിടുകയ. രാത്രി മനസ്സിലായോ? അവൻ അടിസ്ഥാനമിട്ടു. ഇസ്രായേൽ എന്ന രാഷ്ട്രം അതിൻ്റെ അടിസ്ഥാന കല്ലിടുവാൻ വേണ്ടി ദൈവം അവൻ്റെ ഒരു ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഈ സെന്റർ പോയിന്റ്. നീ അവിടെ കല്ല് നാട്ടി അവൻ അതിനെ അഭിഷേകം ചെയ്തു. രാത്രിയിൽ ചിലതിനെ പടുത്തുയർത്തുവാൻ, ചിലതിനെ അടിസ്ഥാനമിടാൻ വേണ്ടി ദൈവം കാര്യങ്ങളെ നമുക്ക് വേണ്ടി അനുയോജ്യമാക്കി തരാൻ പോകുകയാണ്. ദൈവമാ അടിസ്ഥാനമിടിപ്പിക്കുന്നതെങ്കിൽ, അതിനുവേണ്ടി ദൈവത്തിന്റെ ആലോചനയാ നമുക്കുള്ളതെങ്കിൽ അത് പൂർത്തീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അന്ന് ഈ യാക്കോബ് അവിടെ ഈ ദർശനം കണ്ടിട്ട് കല്ല് നാട്ടി നേർച്ച നേർന്ന് അവിടെ എണ്ണ ഒഴിച്ച് ബദേൽ എന്ന് പേർ വിളിച്ച് ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലോകജാതികൾ മുഴുവനും ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ഇളായി തീർന്നപ്പോൾ ഒരു ഭവനത്തെ ദൈവം കണ്ടു. അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന്, ഇസ്ഹാക്കിന്റെ സന്തതിയിൽ നിന്ന് യാക്കോബിന്റെ സന്തതിയെ ദൈവത്തിന്റെ ഭവനക്കാരായി കണ്ടിരുന്നു. ദൈവത്തിന്റെ ഭവനമായി കാണുവാൻ വേണ്ടി ദൈവം വേർതിരിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ആ രാഷ്ട്രത്തിന്റെ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ ഈ കാത്തി രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ പരദേശിയ, നീ തിരിച്ചു വരുമ്പോൾ നീ ഒരു രാജ്യമായിട്ടേ വരുവുള്ളൂ. മനസ്സിലായോ? അങ്ങോട്ട് പോകുമ്പോൾ നീ ഒറ്റയ്ക്കാ പോകുന്നത്. പക്ഷേ നിന്നെ ഞാൻ മടക്കി വരുത്തുന്നത് നിന്നെ ഇതൊരു രാജ്യമാക്കി മാറ്റാൻ പോവുകയാണ്. ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. അതിന്റെ 28:15 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം വെറുതെ ഒരു സ്ഥലമല്ല, അതൊരു രാജ്യമായി തീരുമെന്ന്. ഇതുകൊണ്ടാണ് ഈ യാക്കോബിന് അത്രമാത്രം പ്രശ്നമുണ്ടായി അവൻ ഓടിപ്പോയത്. അവിടുന്ന് ഓടി അങ്ങോട്ട് പോകുമ്പോൾ ദൈവം അവനെ കിടത്തി ഉറക്കിയിട്ട് പറഞ്ഞു, കല്ല് നാട്ടിക്കൂ, ഇതൊരു ആരംഭമാ, ഇതൊരു രാഷ്ട്രത്തിന്റെ തുടക്കമാണ്. അപ്പോൾ ഈ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ യാക്കോബിലൂടെ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ, ഈ സ്ഥലത്തെ കൊണ്ടുവന്ന് ഇസ്രായേലാക്കി മാറ്റണമെങ്കിൽ അതിന് ആരംഭമിടുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് അബ്രഹാമിന്റെ മകനായിരിക്കുന്ന, ഇസ്ഹാക്കിന്റെ മകനായിരിക്കുന്ന യാക്കോബിനെയാണ് ദൈവം ഉപയോഗിച്ചത്. അവനെ കൊണ്ടാണ് അവിടെ കല്ല് നാട്ടി പറഞ്ഞ്, ഇതാണ് സ്ഥാനം, ഇതിന് കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറുമായി നിന്റെ സന്തതിക്ക് വേണ്ടി ഞാൻ അവകാശമായി നൽകുമെന്ന്. അപ്പോൾ അവൻ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്തു പോയി. അത് ദൈവം പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോയപ്പോൾ അവൻ ദൈവത്തോട് നേർച്ച നേർന്ന് പറഞ്ഞതൊക്കെ പറയാം, ഈ യാത്രയിൽ അങ്ങോട്ട് പോകുന്ന എന്നെ കാക്കണം, എന്നോടുകൂടി ഇരിക്കണം,
ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തണം. നമുക്കത് അങ്ങനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പനും അമ്മയുള്ള വീട്ടിലേക്കല്ല വന്നത്. യാക്കോബ് മടങ്ങി വന്നപ്പോൾ അവിടെ റിബേക്കയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൻ്റെ വീട്ടിലേക്ക് അവനെ മടക്കി വരുത്തി. ഇവിടെ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള സംസാരിക്കേണ്ട സമയത്ത് ദൈവം സംസാരിപ്പിക്കുകയുള്ളൂ. അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ മടക്കി വരുത്തിയത്, അവനെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തി. പറഞ്ഞു വിട്ടത് റിബേക്കയാണ്. റിബേക്കയാണ് പറഞ്ഞത്, പോയിട്ട് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ തിരിച്ചു വരുമ്പോഴൊന്നും റിബേക്കയില്ല. അപ്പൻ്റെ വീട്ടിലേക്കാണ് അവൻ മടങ്ങി വരുന്നത്. യാത്ര എത്ര വർഷമുണ്ടെന്നുള്ളത് യാക്കോബിന് അറിയത്തില്ല. എത്ര നാൾ അവിടെ നിൽക്കണമെന്ന് അറിയത്തില്ല. നമ്മളൊക്കെ പോവുകയാണെങ്കിൽ ഒരു പ്ലാനിങ് കാണും. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന രാജ്യത്ത് നമുക്ക് പ്ലാനിങ് ഇല്ലെങ്കിലും അവർ നമ്മളെ പറഞ്ഞു വിടും. അങ്ങനെയല്ലേ? ഇപ്പം നമ്മൾ പോവുക അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ UK പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടൊരു താമസിക്കണമെങ്കിൽ അവർ പറയും നിങ്ങൾ അനുവദിക്കുന്നത് പറഞ്ഞാൽ തിരിച്ചു പോകണം. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. 1 മാസം 2 മാസം 5 മാസം 6 മാസം, ചിലർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള വിസയും കിട്ടും. ഒക്കെ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ് കിട്ടുന്നത്. അതിനനുസരിച്ച് പ്ലാനിങ് ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ളൊരു തീരുമാനമൊന്നുമില്ല. ആർക്ക്? യാക്കോബിന് തീരുമാനമൊന്നുമില്ല. അപ്പോൾ ഇവന് സൗഖ്യത്തോടെ മടങ്ങി വരണം, എന്ന് മടക്കി വരുത്തണം എന്ന് അവൻ അറിയത്തില്ല. പക്ഷെ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എനിക്ക് പോകുന്ന യാത്രയിൽ, അങ്ങോട്ടുള്ള ഗമിക്കും അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ പരിപാലിക്കണം, എന്നെ സൂക്ഷിക്കണം, എനിക്ക് ആഹാരം തരണം, എനിക്ക് വസ്ത്രം തരണം. മറ്റൊന്നും ചോദിച്ചില്ല. അവൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സാണ് ചോദിച്ചത്. അവന് ആവശ്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആഹാരം തരണം, ധരിപ്പാൻ വസ്ത്രം തരണം, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി കൊണ്ടുവരണം. വേറെ ഒന്നും യാക്കോബ് ചോദിച്ചില്ല. യാക്കോബ് ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഇത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് മടങ്ങി വരണം, ഞാൻ അവിടെ നിൽക്കാനുള്ളതല്ല. അപ്പോൾ എനിക്ക് അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണം. മടങ്ങി വരുമ്പോൾ എന്നെ മടക്കി വരുത്തുവാൻ നിനക്ക് പദ്ധതിയുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ആഹാരം ഇപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, എനിക്ക് വസ്ത്രം ധരിപ്പാൻ എനിക്ക് ഇല്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് സൗഖ്യം രോഗം വരുമോ എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നീ എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം നൽകണം, ധരിപ്പാൻ വസ്ത്രം നൽകണം. അതുപോലെ തന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് എന്നെ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകുമെന്ന് പറഞ്ഞു. എനിക്ക് നന്മയെല്ലാം തന്ന് നീ എന്നെ സൗഖ്യത്തോടെ മടക്കി കൊണ്ടുവന്നാൽ നീ എനിക്ക് തന്നിരിക്കുന്ന ദർശനമുണ്ടല്ലോ, ആ ദർശനം ഞാൻ പൂർത്തീകരിക്കും. അതെ, ഒന്നുമില്ലായ്മയിലെടുക്കുന്ന തീരുമാനങ്ങൾ. ദൈവത്തോട് അവൻ പറയുകയാണ്, ഞാൻ നിർത്തിയിരിക്കുന്ന തൂണ് കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. 2 കാര്യം പറഞ്ഞു. 1, ദൈവത്തിന് ആലയം ഞാൻ ബിൽഡ് ചെയ്യും. 2, അതിനാവശ്യമായത് ദശാംശം എല്ലാം ഞാൻ തരും. അപ്പോൾ ഈ ഒരു തീരുമാനം എടുപ്പിച്ചിട്ടാണ് ദൈവം അങ്ങോട്ട് അവനെ പറഞ്ഞു വിട്ടത്. ദൈവത്തിൻ്റെ ആലയം പണിയാന്ന് അവൻ പറഞ്ഞു. ഇസ്രായേലിൻ്റെ പ്രധാന ദൗത്യം അതായിരുന്നു. ദൈവത്തിന് വസിക്കാൻ പറ്റിയ ഒരു ആലയം ദൈവം അവരെ കൊണ്ട് പണിയിപ്പിച്ചു. ഇസ്രായേലിൻ്റെ സന്തതിയായിരിക്കുന്ന ആ തലമുറയിൽ നിന്ന് ദൈവം ശലോമോനെ കൊണ്ട് ആലയം പണിയിപ്പിക്കാട്ടിടയായി തീർന്നു. അവൻ പറഞ്ഞു, ഇത് നിന്റെ ആലയമായിരിക്കും. അവൻ പണിയുമെന്ന് അല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് ദൈവത്തിൻ്റെ ആലയമായിരിക്കും. അതുപോലെ നീ എനിക്ക് തരുന്ന ദശാംശം തരും, ഞാൻ ചെയ്യുന്നത് കണ്ട് എൻ്റെ മക്കളും ചെയ്യും എന്നാണ് അവനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് തലമുറയായിട്ട് ദശാംശം കൊടുക്കുന്ന ഒരു രീതി ഇസ്രായേലിൽ വരാൻ കാരണം ഉണ്ടായത് ഇവിടുന്നാണ്. ഇവിടുന്ന് നമ്മൾ കാണുമ്പോൾ ഇവിടെ പറയുന്നെങ്കിലും ഇത് എവിടുന്നാ കിട്ടിയത്? അബ്രഹാമിൽ നിന്ന് കിട്ടിയതാണ്. അബ്രഹാമാണ് മൽക്കിസദേക്കിന് ലഭിച്ചതിലൊക്കെയും ദശാംശം കൊടുത്തത്. അപ്പോൾ അവിടുന്ന് അവൻ കണ്ടു പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, പറഞ്ഞു കൊടുത്തിരുന്നു. അബ്രഹാം പ്രാർത്ഥിക്കാൻ മാത്രമല്ല പഠിപ്പിച്ചത്, മക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നു. ലഭിക്കുന്നതിനൊക്കെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ആലയം പണിയണമെങ്കിൽ നിന്റെ സമ്പത്ത് വേണം. അതുകൊണ്ട് പറഞ്ഞത്, ഇവിടെ ആലയം പണിയാന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ പറ്റത്തില്ല. ആലയം പണിയണമെങ്കിൽ അവനറിയാമായിരുന്നതിന് ചെലവുണ്ട്, അതിന് വേണ്ടതൊക്കെ ഞാൻ നൽകാമെന്ന് പറഞ്ഞു. അവനന്ന് അതനുസരിച്ചല്ലേ അതിനേക്കാൾ വലിയ വലിയ സമ്പാദ്യങ്ങളല്ലേ ദാവീദ് ചരിതിച്ചു വെച്ചത്.
ദൈവത്തിന്റെ ആലയം പണിയാൻ വേണ്ടി അവൻ ചരുതി വെച്ചിരിക്കുന്ന എത്രയോ വലുതായിരുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ ആലയം പണിയാൻ, ദൈവത്തിന്റെ സമാഗമനം കൂടാൻ പണിയാൻ വേണ്ടി യാത്രയിൽ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഔദാര്യ ദാനങ്ങളെ കൊടുത്തു. അവർ പോയ സ്ഥലങ്ങളിൽ സമാഗമന കൂടാരം പണിയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഈ ഒരു തത്വം, പ്രിൻസിപ്പിൾ, അത് അബ്രഹാമിൽ നിന്ന് മനസ്സിലാക്കി ഇസ്ഹാക്കിലൂടെ യാക്കോബ് എന്ന തലമുറയിലൂടെ ഇസ്രായേലിലേക്ക് അത് പടരുവാനിടയായിത്തീർന്നപ്പോൾ അവരെക്കുറിച്ച് ദൈവം ഉപദേശിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ദൈവത്തിന്റെ ആലയം അവർ പണിയണമെന്നും അതിനാവശ്യമായതൊക്കെയും ചെയ്യേണ്ടത് അവരാണെന്നുമുള്ള ഉത്തരവാദിത്വം അവർ കൊടുത്തിരുന്നു. അപ്പോൾ പറഞ്ഞു, നീ എനിക്ക് തരുന്നതൊക്കെയും അത് നീ തരുന്നതാ, അതുകൊണ്ട് അതിൻ്റെ ദശാംശമായിരിക്കുന്നത് ഞാൻ നിനക്ക് നൽകാമെന്ന് അവിടെ നമ്മൾ തീരുമാനമെടുക്കുവാനിടയായിത്തീർന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് യാക്കോബ് സഞ്ചരിച്ചു. അവൻ ഏതായാലും സഞ്ചരിച്ച അങ്ങോട്ടുള്ള യാത്ര, അവൻ എത്തേണ്ട സ്ഥലത്ത്, എത്തേണ്ട ഭവനത്തിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര തിരിയാതെ, ഒരു പ്രയാസവും കൂടാതെ അവൻ എത്തേണ്ട ലാബാന്റെ വീട്ടിൽ തന്നെ ദൈവം അവനെ എത്തിച്ചു എന്ന് നമുക്കറിയാം. ചരിത്രമാണ് അത്, നമുക്കറിയാം. പിന്നീട് 29-ാം സങ്കീർത്തനം നമുക്കറിയുന്നത്, പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കട ദേശത്തെത്തി. അവൻ വെളിപ്രദേശത്ത് ഒരു കിണർ കണ്ടു. അവിടുന്ന് വേഗത്തിൽ തന്നെയാണ്, അവന് ഒരു പ്രയാസം ഉണ്ടായില്ല. പിന്നീട് മാർഗദർശനത്തിനായിട്ട് ദൈവം അവനോട് കൂടിയിരുന്നു. അവൻ ഇറങ്ങിയ നിമിഷം മുതൽ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു. എന്നാൽ അന്ന് കിടന്നുറങ്ങിയപ്പോൾ ദൈവനോട് സംസാരിച്ചപ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഗോവുണി കണ്ട് ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി കഴിഞ്ഞപ്പോൾ അവന്റെ കാലുകൾക്ക് ഉറപ്പുണ്ടായി. അവന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിച്ചില്ല. ഏത് വിഷയം വരുമ്പോഴും അതിന്റെ മധ്യത്തിൽ അവനെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവപ്പെടേണ്ടിയിരുന്നു. അങ്ങനെ അവൻ വീട്ടിലെത്തിച്ചേർന്ന് ലാബാന്റെ വീട്ടിൽ അവൻ പാർക്കുവാനിടയായിത്തീർന്നു. അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ കുടുംബം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി, നമുക്കറിയാം, ഇസഹാക്കും റിബേക്കയും കൂടി പറഞ്ഞു വന്നത് ലാബാന്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് ഒരു മകളെ ഭാര്യയായിട്ട് എടുക്കണമെന്നാണ് പറഞ്ഞു വിട്ടത്. അത് അപ്പന്റെ അമ്മയുടെ പ്ലാനുകളായിരുന്നു. പക്ഷേ ദൈവം നോക്കിയപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടുന്ന് അവന് 4 സ്ത്രീകളെയാണ് അവന് ഭാര്യമായിട്ട് കൊടുത്തത്. അപ്പോൾ ഇഷ്ടയായിരിക്കുന്ന റാഹേലിനെ കണ്ടപ്പോൾ ഇവന്റെ ആഗ്രഹം റാഹേലിനോടായിരുന്നു. അതുകൊണ്ടാണ് 21-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു, നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. ലാബാനുമായിട്ടുള്ള ഉടമ്പടിയിൽ അവൻ പറയുകയാണ്, വ്യക്തമായിട്ട് പറയാണ്, യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. അവളെ സ്നേഹിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഒരു ഭാര്യയാണ് അവൻ കണക്കാക്കുന്നത്. അവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞതനുസരിച്ച് ലാബാന്റെ വീട്ടിൽ നിന്ന് 2 പുത്രിമാരിൽ നിന്നുണ്ടായിരുന്നെങ്കിലും അവൻ ഒരുവളെ സെലക്ട് ചെയ്തു. അത് ഇളയവളെയായിരുന്നു, റാഹേലിനെയായിരുന്നു. എന്നാൽ ദൈവം അവനെ അവിടെ കണ്ടിരുന്നത് ഒരു ഭാര്യയായിരിക്കുന്ന റാഹേലിൽ മാത്രമായിരുന്നില്ല. ദൈവം അവനെ കണ്ടിരുന്നത് അവൻ അനിഷ്ടയായിരുന്ന ലേയയെ കൂടി അവന് ഭാര്യയായി കൊടുക്കത്തക്കവണ്ണം ദൈവം അവിടെ കാര്യങ്ങളെ ക്രമീകരിച്ചു. ലേയോ അനിഷ്ടയായിരുന്നവൻ 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ഇഷ്ടമല്ലാത്തെന്ന് പറഞ്ഞാൽ അവളെ കണ്ടിട്ട് അവന് ബോധിച്ചിരുന്നില്ല. പക്ഷേ ദൈവത്തിന് ബോധിച്ചതായിരുന്നു ലേയ. യാക്കോബാകുന്ന ഇസ്രായേലിന്റെ അവന്റെ കുടുംബത്തിൽ അവൾ കൂടി വരണം. റാഹേലും ലേയയും കൂടി വേണം ഇസ്രായേലകത്തെ പണിതെടുക്കേണ്ടതെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ലാബാന്റെ മക്കളായിരുന്ന 2 പേരെയും ദൈവം കണ്ടിരുന്നത് അവരിലൂടെ വേണം ഇസ്രായേൽ ഗോത്രം പണിതെടുക്കണമെന്ന്. അതുകൊണ്ട് റാഹേൽ യാക്കോബിന് ഇഷ്ടപ്പെട്ടെങ്കിലും ലേയയും ദൈവം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഇവർ 2 പേരും കൂടി വേണം ഇസ്രായേൽ ഗൃഹത്തെ പണിതെടുക്കാൻ വേണ്ടി എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അപ്പോൾ അവർ 2 പേർക്കുമുള്ള 2 ദാസിമാർ കൂടി വന്നപ്പോൾ ശില്പയും ബിൽഹയും 2 പേരും കൂടിയായപ്പോൾ 4 പേരിലൂടെയാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ യാക്കോബിന് ദൈവം കൊടുക്കുവാനിടയാത്തത്. അപ്പോൾ അവനവിടെ 30-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്, ഇവനവിടെ പിന്നീട് അവൻ സേവ ചെയ്യുകയാണ്. അവന്റെ യാത്രയുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് അവനവിടെ ചില വർഷങ്ങൾ അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാ പറഞ്ഞു വിട്ടെന്നറിയാമോ? അവന്റെ ജ്യേഷ്ഠൻ അവനെ കൊല്ലാതിരിക്കാൻ വേണ്ടി, അവന്റെ കോപം മാറാൻ വേണ്ടി ചില സമയത്തേക്ക് അവനെ വീട്ടിൽ നിന്ന് മാറ്റിവിട്ടതാ. പക്ഷേ ദൈവം അവനെ കൊണ്ടുപോയത് അവന്റെ ഗ്രഹത്തെ
ഗോത്രത്തെ പണിതെടുക്കാൻ വേണ്ടിയാ, യാക്കോബിന്റെ ഗ്രഹം പണിയപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം അവനെ അവിടെ കൊണ്ടുപോയത്. അത് എത്ര വർഷം വേണമെന്നുള്ളതും എന്നാണ് തിരികെ പോകേണ്ടതുള്ളതെന്നുള്ളതും അവന് ചിന്തയുണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ആ കാര്യങ്ങൾ നടന്നത്. രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടത്തിനല്ല കാര്യങ്ങൾ നടക്കുന്നത്. ദൈവം ദൃഷ്ടി വെച്ച് ആലോചന തരുന്ന ദൈവത്തിന്റെ ഹിതമുള്ളൊരു കുടുംബമാണെങ്കിൽ എന്റെയും നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമേ നടക്കുകയുള്ളൂ. നിനക്ക് റാഹേലിനെ ഇഷ്ടമാണെങ്കിൽ ദൈവം പറയും എനിക്ക് ലേയെയും ഇഷ്ടമാണ്. അത് മാത്രമല്ല അവരുടെ രണ്ട് ദാസിമാരെയും കൂടി 4 പേരെ നിനക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് അന്ന് ഇസ്രായേൽ എന്ന ഗോത്രത്തെ പണിതെടുക്കാൻ വേണ്ടി ദൈവം അവിടെ യാക്കോബിനെ അവിടെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, സാഹചര്യങ്ങളൊക്കെ അറിയാം. അവിടെ ലാബാൻ അവനെ ചതിക്കുകയാണ് ചെയ്തെങ്കിലും, അല്ലെങ്കിൽ അത് ചെയ്തെങ്കിലും അതെല്ലാം നന്മയായിട്ടാണ് യാക്കോബിന്റെ ജീവിതത്തിൽ വന്നത്. അങ്ങനെ 4 ഭാര്യമാർ അവനുണ്ടായിരുന്നു. അപ്പം 30-ാം അധ്യായത്തിൽ കാണുന്നത് ഈ റാഹേലിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ റാഹേലിന് വേണ്ടിയാണ് ഞാനിങ്ങനെ നിന്നെ സേവിച്ചത്. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലാബാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞു, ലേയാണ് കൊടുത്തത്, നമുക്കറിയാം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഒരു 7 വർഷം കൂടി നിന്നോളാൻ പറഞ്ഞു. 7 വർഷം നിന്ന് കഴിഞ്ഞാൽ ഈ 7 വർഷം കൂടി നീ എനിക്ക് സേവ ചെയ്താൽ മതി, അത് ഒരാഴ്ചക്കുള്ളിൽ റാഹേലിനെ തരാം. അങ്ങനെ 2 പേരും അവന് ഭാര്യമാരായിട്ട് വന്നു. പിന്നീടുള്ള അവന്റെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ 14 വർഷം അവൻ അവിടെ വേല ചെയ്തത് 2 ഭാര്യമാർക്ക് വേണ്ടിയാണ്. അപ്പോൾ 2 ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ആദ്യം 7 വർഷം അവൻ സേവ ചെയ്തത് റാഹേലിന് വേണ്ടിയായിരുന്നു. 7 വർഷത്തെ സേവ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തി ഇവൻ വിചാരിച്ചത് റാഹേലിനെ വിവാഹം കഴിച്ചതിട്ട് അവന് മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഈ ലാബാന്റെ ഭവനത്തിൽ നിന്ന് 7 വർഷത്തെ സേവ കഴിഞ്ഞ് മടങ്ങിപ്പോകണം എന്നുള്ളൊരു പ്ലാൻ ഈ യാക്കോബിനുണ്ടായിരുന്നു. പക്ഷേ ദൈവം അനുവദിച്ചില്ല. യാക്കോബേ, നിന്റെ പദ്ധതിക്കല്ല കാര്യങ്ങൾ നടക്കുന്നത്. ദൈവയുടെ കാര്യങ്ങളെ നീട്ടിക്കൊണ്ടുപോയത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഇവിടെ യാക്കോബ് തീരുമാനിച്ചതായിരുന്നു 7 വർഷം ഇവിടെ സേവ ചെയ്യണം, അതിനുശേഷമായി റാഹേലിനെ വിവാഹം കഴിക്കണം, ആ സമയത്ത് മക്കളുണ്ടാകും, അവരെയും കൊണ്ട് മടങ്ങി എനിക്ക് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം, അമ്മയുടെ അടുത്ത് പോകണം എന്നുള്ള പ്ലാനോട് കൂടിയാണ് അവൻ 7 വർഷം അവൻ അങ്ങോട്ട് പറഞ്ഞത്. പറയാണ്, ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. ആദ്യത്തെ അവന്റെ പദ്ധതി 7 വർഷമായിരുന്നു. 7 വർഷം കഴിയുമ്പോൾ ഇവൻ വിചാരിച്ചത് മടങ്ങിപ്പോകാമെന്നായിരുന്നു. പക്ഷെ ദൈവം അനുവദിച്ചില്ല. അപ്പോൾ റാഹേലിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, റാഹേലിനെ മക്കളെ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടുന്ന് റാഹേൽ എന്നൊരു ഭാര്യയെ എടുത്തു കഴിഞ്ഞാൽ തന്നെ 7 വർഷം കഴിയുമ്പോൾ യാക്കോബ് മടങ്ങിപ്പോകുവാൻ വേണ്ടി പദ്ധതി ചെയ്യുമായിരുന്നു. കാരണം അവന്റെ അപ്പനും അമ്മയും ഇതാ പറഞ്ഞിരിക്കുന്നത്, നീ അവിടെ പോയി ഒരു മകളെ എടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 വർഷത്തേക്ക് വേണ്ടിയാണ് യാക്കോബ് പ്ലാൻ ചെയ്തത്. ഇന്ന് രാത്രിയിൽ ചിലതിനെ ദൈവം മാറ്റിവിടുന്നത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാ. സ്വർഗത്തിനറിയാം നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ അതിന്റെ കോപം മാറിയിട്ടില്ല എന്നുള്ളത്. യാക്കോബേ, നീ 7 വർഷം കഴിഞ്ഞ് മടങ്ങിച്ചെന്നാൽ നിന്നോടുള്ള കോപം അവൻ തീർക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്നോട് അവൻ ക്ഷമിക്കാൻ ഒരു പരിധി വരെ അവന് കഴിയത്തില്ല. എന്നാൽ അവന്റെ ചിന്താഗതി ഇതായിരുന്നു, ഈ ഇസഹാക്ക് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ യാക്കോബിനെ കൊല്ലും എന്നുള്ളൊരു പ്ലാനായിരുന്നു യേശാവിനുണ്ടായിരുന്നു. അതാണ് അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. കാരണം അപ്പൻ ജീവനോടിരിക്കുമ്പോൾ ഒരു ദുഃഖമുണ്ടാക്കാൻ പാടില്ല. കാരണം ഇസഹാക്ക് സ്നേഹിച്ചത് യേശാവിനെയാണ്. അപ്പോൾ ആ സ്നേഹബന്ധമുള്ളത് കൊണ്ട് ഒരിക്കലും അവന്റെ അപ്പൻ ഒരു ദുഃഖവാർത്ത കണ്ട് തടഞ്ഞു പോകുവാൻ പാടില്ല. അതുകൊണ്ട് വൈരാഗ്യമുണ്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അവൻ പ്ലാൻ ചെയ്തത് ഈ അപ്പൻ എന്ന് കണ്ണടയുമോ അതിനുശേഷം ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്നെ വഞ്ചിച്ച യാക്കോബിനെ കൊല്ലുക എന്നുള്ളതാണ്. രാത്രി ദൈവം തിരുത്തി എഴുതാൻ പോകുകയാണ്. ചില കാര്യങ്ങളെ ദൈവം ശത്രുവിന് ചില പ്ലാനുകളെ തിരുത്തി എഴുതാൻ പോകുകയാണ്. നിന്റെ അനുഗ്രഹത്തെ കണ്ടുകൊണ്ട് അസൂയപ്പെടുന്ന ശക്തികളുണ്ട്. അവിടെയാണ് അതാണ് സംഭവിച്ചത്. ഈ അസൂയപ്പെട്ടത് മറ്റൊന്നുമല്ല, തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദേഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ
ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞെങ്കിൽ അവനെ പെറ്റു വളർത്തിയ റെബേക്കയ്ക്ക് അറിയാമായിരുന്നു അവൻ്റെ മനസ്സിൽ എന്താ പ്ലാൻ എന്നുള്ളത്. അവൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ പ്ലാൻ കണ്ടുകൊണ്ടാണ് അവിടുന്ന് അവനെ ഈ യാക്കോബിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ യാക്കോബിന്റെ പ്ലാന് 7 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും, ക്ഷമിക്കും, അപ്പൊ എനിക്ക് മടങ്ങി വരണം. അപ്പൊ അതിനു വേണ്ടിയാണ് റാഹേലിന് വേണ്ടുന്നത്. പക്ഷെ ദൈവം അവിടെ ലേയെ കൂടി ലേയെ ആദ്യം കൊടുത്തിട്ട് റാഹേലിന് വേണ്ടി ഒരു ഭാര്യയ്ക്ക് വേണ്ടി അവൻ 14 സംവത്സരം അവൻ വേല ചെയ്തു. 2 പേരെ അവന് കിട്ടി. പക്ഷെ അതുകൊണ്ട് അവൻ വിചാരിച്ചു മടങ്ങിപ്പോയേക്കാമെന്ന്. ഞാൻ പറഞ്ഞത് പലപ്പോഴും ഈ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ നടത്തത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നാം വിചാരിക്കും ഇപ്പോൾ പോയേക്കാമെന്ന്. എന്നാൽ ദൈവത്തിന്റെ സമയമായിട്ടില്ലെങ്കിൽ നീങ്ങാൻ പറ്റത്തില്ല, അവിടുന്ന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഈ യാക്കോബിന്റെ തീരുമാനം 30-25 വാക്യത്തേക്ക് വരുമ്പോൾ അവൻ വിചാരിച്ചു പോയേക്കാമെന്ന്. റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണമെന്ന് പറഞ്ഞു. 30-25 വാക്യം. അപ്പോൾ അവന് ഇഷ്ടപുത്രനായിരിക്കുന്ന യോസഫ് ജനിച്ചു കഴിഞ്ഞപ്പോൾ 11 മക്കളായി. 11 മക്കളായി കഴിഞ്ഞപ്പോൾ ഇവന്റെ ഭാരം മാറി, വേദന മാറി. ഇവൻ വിചാരിച്ചു ഈ റാഹേൽ മക്കളെ പ്രസവിച്ചാൽ, ഒരു മകനെ പ്രസവിച്ചാൽ ഇനി എനിക്ക് മടങ്ങിപ്പോകാം എന്ന് അവൻ പ്ലാൻ ചെയ്യുവാൻ ഇടയാത്തീർന്നു. കാരണം 4 ഭാര്യമാര്, 11 മക്കള്, അവന് ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ ഇടയാത്തീർന്നു. പക്ഷെ അതുകൊണ്ടാണ് അവൻ വിചാരിച്ചത് മടങ്ങിപ്പോയേക്കാം. 14 വർഷം, 7 വർഷത്തിന് ശേഷം പോകാൻ വേണ്ടി ആദ്യം പ്ലാൻ ചെയ്തു. പക്ഷേ 14 വർഷമായപ്പോൾ അവർ വിചാരിച്ച് ഇപ്പോഴാണ് പോകാൻ പറ്റിയ സമയമെന്ന്. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ എടുക്കുന്ന പ്ലാനുകളും പദ്ധതികളും ഒക്കെ വരുമ്പോൾ ദൈവം അത് സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ സമയത്തെ ദൈവം നടക്കുകയുള്ളൂ. നമ്മൾ എത്ര മാത്രം കൈകാലിട്ടടിച്ചാലും പോകാൻ യാത്ര ചെയ്താലും അങ്ങോട്ട് പറഞ്ഞു വിട്ട ദൈവം വേണം ഇങ്ങോട്ടും നിന്നെ മടക്കി കൊണ്ടുവരുവാൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നു മുതൽ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. നിന്റെ ഗമനത്തെ പരിപാലിക്കുന്നവനാ നിന്റെ ആഗമനത്തെയും പരിപാലിക്കുന്നത്. അങ്ങോട്ട് നീ ഇറങ്ങിത്തിരിച്ചു പോന്നത് നിനക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു, വ്യക്തമായ കാഴ്ചപ്പാടില്ലായിരുന്നു. എന്നാൽ ദൈവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കാലുകൾ ഉറച്ചാ പോയത്. അവിടെ ചെന്ന് തീരുമാനമെടുക്കാൻ കഴിവുണ്ടായിരുന്നു. അവൻ റാഹേലിന് വേണ്ടി 7 വർഷം പറഞ്ഞു. 7 വർഷം കഴിയുമ്പോൾ മടങ്ങിപ്പോകാൻ തീരുമാനമെടുത്തു. പക്ഷെ സാധിച്ചില്ല. അവൻ ലേയെ ആദ്യം കിട്ടിയതിന് ശേഷമായി റാഹേലിന് വേണ്ടി 14 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഇവിടെ റാഹേൽ കൂടി മക്കളെ പ്രസവിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു ഇപ്പോഴാ നല്ല സമയം മടങ്ങിപ്പോകാമോ. പക്ഷേ അവിടെ അവന് പോകാൻ അനുവാദം കിട്ടിയില്ല. കാരണം ഇവ പറയുകയാണ്, നീ ഇപ്പോൾ പോകണ്ട, നിനക്ക് എന്താണ് ഇവിടെ കുറവ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ലാബാനോട് പറയുകയാണ്, നീ മുഖാന്തരമായി എനിക്കിതെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടുന്ന് പോകാതെ നിർത്തി. എന്തിനു വേണ്ടി എന്നറിയാമോ? 6 വർഷത്തേക്ക് അവനെ അവിടെ നിർത്തിയത് അവനെ അവിടുന്ന് മഹാസമ്പന്നനായിട്ട് മടക്കി അയക്കാൻ വേണ്ടിയായിരുന്നു. എന്തിനാ ചില താമസങ്ങൾ, എന്തിനാ ചില മാറ്റിവയ്പ്പുകൾ? മടക്ക യാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്ത യാക്കോബിന്റെ യാത്രയെ ദൈവം 1-ാം പ്രാവശ്യം തടഞ്ഞു. അവന്റെ മനസ്സിലെ ആഗ്രഹത്തെ ദൈവം മാറ്റിവെപ്പിച്ചു. 14 വർഷം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു മടങ്ങിപ്പോകാമെന്ന്. പക്ഷെ ദൈവം സമ്മതിച്ചില്ല. ഇപ്പോൾ നിനക്ക് കുടുംബവും പ്രാരാബ്ധമേ ഉള്ളൂ, നിന്റെ കയ്യിൽ ഒന്നുമില്ല. നിനക്ക് മടങ്ങി നീ ശൂന്യമായ കൈയോടെ പോകേണ്ടവനല്ല. നീ ഇങ്ങോട്ട് വന്നപ്പോൾ വെറും ഒരു വടിയോട് കൂടിയാ വന്നത്. നിന്നെ എനിക്ക് മടക്കി അയക്കുമ്പോൾ നീ ഒന്നുമില്ലാത്തവനായിട്ടല്ല മടങ്ങി പോകേണ്ടത്. നിന്റെ മേൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സമ്പന്നതയുണ്ട്. നിന്നെ അയച്ചെങ്കിൽ ശൂന്യമായിട്ട് കരങ്ങളോട് നീ വരത്തില്ല, ബാധ്യതയുള്ളവനായിട്ട് നീ വരികയില്ല. രാത്രിയിൽ ദൈവാത്മാവി വർഷം അറിയിക്കുകയാണ്. അത് നിനക്കൊരു ബാധ്യതയാകത്തില്ല,
പ്രാരാബ്ധമുണ്ട്, കുടുംബമുണ്ട്, നീ അവിടെ സേവ ചെയ്തു, ലാഭാന് വേണ്ടി സേവ ചെയ്തു, ഇനി അവൻ എന്തെങ്കിലും തന്നെങ്കിൽ അതുമായിട്ടാ നീ പോരേണ്ടത്. പക്ഷേ ദൈവം പറഞ്ഞു, നിന്നെ അമ്മായിപ്പനല്ല തരേണ്ടത്, നിനക്ക് മറ്റാരുമല്ല തരേണ്ടത്, നിനക്ക് ദർശനം തന്ന ആരാണോ ഞാൻ തന്നെ നിനക്ക് വേണ്ടി തരും. അതിനുവേണ്ടി ഒരു 6 വർഷം മാറ്റിവെച്ചോളാൻ പറഞ്ഞു. നമ്മളോട് ദൈവാത്മാവ് പറയുകയാണ്, ചില സമ്പാദ്യങ്ങളെ നേടുവാൻ വേണ്ടി ദൈവം ചില വർഷങ്ങളെ ശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ സേവ മാത്രമായിരുന്നെങ്കിൽ, അത് വേല മാത്രമായിരുന്നെങ്കിൽ, കഷ്ടപ്പാട് മാത്രമായിരുന്നെങ്കിൽ കുറിച്ചു വെച്ചു. ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളിൽ സമ്പാദിക്കാനുള്ള ചില സമയങ്ങളെ ദൈവം ഒരുക്കി തരുമെന്ന് യാക്കോബോട് പറഞ്ഞു. യാക്കോബേ, നിന്റെ ജീവിതത്തിൽ സേവ മാത്രമായിരുന്നു, ഈ ആടും മാടുമൊക്കെ നീ വിട്ടുകളഞ്ഞു പോകേണ്ടതാ, നിനക്കൊന്നുമില്ല. എന്നാൽ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോകാം. 30-43 വാക്യത്തിൽ പറയുന്നത്, അവൻ മഹാസമ്പന്നനായി തീർന്നു, അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ഇപ്പൊ ദൈവം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഗമനാഗമനങ്ങളെ പരിപാലിക്കുന്നവനാ കാര്യം ചെയ്യുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് നമ്മെ നയിക്കുന്നെങ്കിൽ, നമ്മുടെ കുടുംബത്തെ നയിക്കുന്നെങ്കിൽ ഭാരപ്പെട്ടു പോകണ്ട. നീ എത്രമാത്രം പ്ലാനുകൾ ചെയ്താലും ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ അഭിപ്രായത്തിനും അനുസരിച്ച് കാര്യം നടക്കുകയുള്ളൂ. നീ വിചാരിച്ചു മക്കളെ കൊണ്ട് മടങ്ങിപ്പോകാം, 11 പേരെയും കൊണ്ട് മടങ്ങിപ്പോകാം, 4 പോകാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല നിന്നെക്കുറിച്ച് ഞാൻ കണ്ടിരിക്കുന്നത്. നീ എവിടെയാണോ വന്നത് അവിടുന്ന് നീ മടങ്ങിപ്പോകുമ്പോൾ നീ പോകുന്നത് വെറും കൈയോടെ പോകത്തില്ല. ദൈവം ഒരിടത്തേക്ക് അയച്ചാൽ, ദൈവം ഒരുവനെ അയച്ചാൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക, വെറും കൈയോടെ മടങ്ങി പോകത്തില്ല. അതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇസ്രായേൽ ജീവിതത്തിൽ. അതല്ലേ ഇസ്രായേൽ മടങ്ങി യാത്രയിൽ അവര് ഒന്നുമില്ലാത്തതായിരുന്നു, സേവ ചെയ്യുകയായിരുന്നു. അവിടെ 430 വർഷം അവരവിടെ ഉണ്ടായിരുന്നു. അവിടെ സേവ 400 വർഷം അവർ സേവ ചെയ്തു. പോരാൻ നേരത്ത് ഒരു ചില്ലിക്കാശ് പോലും സമ്പാദ്യമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. മിസ്രൈമിൽ കിടന്ന അടിയും ഇടിയും തൊഴിയും കൊണ്ട് അവർ കട്ടകൾ പണിത് സംഭാര നഗരങ്ങൾ പണിത് വെച്ചു. പോരാൻ സമയമായപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ കൈവശം പണമൊന്നുമില്ലായിരുന്നു. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ജനത്തെ മഹാസമ്പന്നനാക്കി മാറ്റിയ എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. നിന്റെ കയ്യിൽ ഒരു പക്ഷേ ഒന്നും കാണത്തില്ലായിരിക്കാം, എന്നാൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ നിന്റെ വിഷമതകളെ മാറ്റുവാൻ വെറും കൈയോടെ നിന്നെ അയക്കാൻ ആര് ശ്രമിച്ചാലും നടക്കത്തില്ല. സാജനത്തിന്റെ കൂലി പിടിച്ചു വെച്ച, ഒന്നും കൊടുക്കാതിരുന്ന, ആഹാരം മാത്രം കൊടുത്തുകൊണ്ട്, കഷ്ടത മാത്രം ഇട്ടുകൊണ്ട് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച മിസ്രൈമിയ ഫറവോന്റെ ശക്തികൾ വിചാരിച്ച് ഇവരെ വെറും കൈയോടെ വേണമെങ്കിൽ പൊയ്ക്കോട്ടെന്ന് വിചാരിച്ചപ്പോൾ ദൈവം അതിന് അനുവദിച്ചു കൊടുത്തില്ലെന്ന് ദൈവം അവരുടെ മനസ്സിനെ ഉണർത്തിച്ചിട്ട് ആ വെള്ളിയും പൊന്നുമൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം വാരിക്കോരി കൊടുത്തു. കാരണം മിസ്രൈമിൽ അവർ ചെയ്ത വേലയ്ക്ക് സേവയ്ക്ക് പണം കൊടുക്കണമായിരുന്നു, തിരിച്ചവർക്ക് കൂലി കൊടുക്കണമായിരുന്നു. വെറും കൈയോടെ ഫറവോന്റെ ശക്തി നീ എത്ര നോക്കിയാലും ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച ദൈവമക്കളെ, അവരുടെ തലമുറകളെ വെറും കൈയോടെ അയക്കാൻ കഴിയത്തില്ല. കുറിച്ചു വെച്ചു, ദൈവം അയച്ചിരിക്കുന്ന തലമുറകളെ വെറും കൈയോടെ അയക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാ, ദൈവത്തിന്റെ പദ്ധതികളാണ്. ദൈവം അവർക്ക് വേണ്ടി അവിടെ ഒരുക്കി അവർ മഹാസമ്പന്നരായിട്ട് അവിടുന്ന് വെളിയിൽ വന്നത്. ഇവിടെയും യാക്കോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവൻ മടങ്ങിപ്പോകുന്നത്, ദൈവം ഇവനെ അവിടെ വരെ അവർ നിർത്തിയത് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്ന 20 വർഷം ഈ പതനരാമിൽ നിന്ന് നിൽക്കണമെന്ന്. 1, നിന്റെ കുടുംബം പണിയപ്പെടണം. 2, നിനക്കതിനുള്ള സമ്പത്തുണ്ടാകണം. അതെ, ചില കുടുംബങ്ങൾ പണിയപ്പെടാൻ പോവുക, ചില തലമുറകളില്ലാത്ത ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ദൈവം തലമുറകളെ നൽകാൻ പോവുക. നിന്റെ കുടുംബം പണിയപ്പെടണം. റാഹേൽ മച്ചിയായിരുന്നെങ്കിൽ മച്ചിയായ ഒരു റാഹേലിനെ കൊണ്ടല്ല നീ മടങ്ങിപ്പോകേണ്ടത്. ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. യോസഫിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമായി. അവന് മനസ്സിലായി, ഇനി ഞാൻ മടങ്ങിപ്പോകുമ്പോൾ മച്ചിയായ റാഹേലിനെ കൊണ്ടല്ല പോകുന്നത്. അവന്റെ ആഗ്രഹം ദൈവം സഫലമാക്കി കൊടുത്തു. അവൻ ധനവാൻ അല്ലെങ്കിലും വിചാരിച്ചു പോയേക്കാമെന്ന്.
പക്ഷേ ദൈവം പറഞ്ഞു, അല്ല യാക്കോബേ, നീ സഞ്ചരിച്ച് നീ കഷ്ടപ്പെട്ട് രാത്രിയിലെ മഞ്ഞും പകലത്തെ വെയിലും കൊണ്ട് നീ നീ വല്ലാതെ കഷ്ടപ്പെട്ടവനാ, നീ ക്ഷയിച്ചു പോയവനാ. ഇവിടെ 40 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 40 വാക്യം യാക്കോബ് പറയുകയാണ്, ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു, എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, 120 സംഘത്തിൽ പറഞ്ഞിരിക്കുന്നത്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ലെന്നാണ്. എന്നാൽ ഈ വെയിലും മഞ്ഞും ഒക്കെ നമ്മളെ ബാധിക്കും കേട്ടോ. മനസ്സിലായോ? കിട്ടിയോ? 120 സംഘത്തിൽ പറയുന്നത്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന് അഭിഷക്തന, പക്ഷേ പകൽ വെയിൽ കൊണ്ടാൽ ക്ഷണിക്കും. അതുപോലെ തന്നെ രാത്രിയിൽ ശീതം കൊണ്ടു കഴിഞ്ഞാൽ അസുഖമൊക്കെ വരും. കാലാവസ്ഥ മാറുമ്പം തൊണ്ടയ്ക്ക് വേദന ഉണ്ടാകും, പനി ഉണ്ടാകും. ഇതൊക്കെ പ്രാർത്ഥിക്കുന്നവർക്കുണ്ടാകും, ഇല്ലാത്തവർക്കും ഉണ്ടാകും. മനസ്സിലാക്കണമേ. അതുകൊണ്ട് കാലാവസ്ഥയോട് ആരും മല്ലടിക്കാൻ പോകരുത്. തണുപ്പുള്ള സ്ഥലത്ത് പോയാൽ നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്യണം. ചൂടുള്ള സ്ഥലത്ത് പ്രശ്നമാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇതിനോട് നമ്മൾ പറയരുത് എനിക്കൊന്നും ബാധിക്കത്തില്ല എന്ന് പറയരുത്. പക്ഷെ എന്നാൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, നക്ഷത്രങ്ങളുടെ ബാധയൊന്നും നിന്നെ ബാധിക്കത്തില്ല. പക്ഷെ ചൂടും തണുപ്പും ഏറ്റാൽ എല്ലാവരെയും ബാധിക്കും. മനസ്സിലായല്ലോ? 120 സങ്കീർത്തനം വ്യാകരണ ബന്ധത്തിൽ പഠിക്കുമ്പോൾ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. പക്ഷെ മരുഭൂമിയിൽ ദൈവം അവരെ നടത്തിയപ്പോൾ ദൈവം അവരെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും നടത്തി. അത് ദൈവം അവിടെ കൊടുത്ത പ്രൊട്ടക്ഷന് അവർക്ക് വേണ്ടി കൊടുത്തതാണ്. കാരണം അവർ യാത്ര ചെയ്ത് അവർ പോകുകയാണ്. അവരുടെ പ്രയാണത്തിൽ ദൈവം അവർക്ക് വേണ്ട എല്ലാ സുരക്ഷിതവും ഒരുക്കിയാണ് അവരെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവിടെ വേല ചെയ്യുവാൻ വേണ്ടി ആടുകളെയും കാത്ത് കിടക്കുമ്പോൾ അവിടെ പകലവന് മേഘസ്തംഭം കൊടുത്താൽ പറ്റത്തില്ല. പകലവന് യാക്കോബ് പോകുന്നിടത്തെല്ലാം മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിതൂണും കൊടുത്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് അവന് അവിടെ സാധാരണ ജോലിയാണ് ചെയ്തത്, ആട്ടിടയനായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് പറയാണ്, ഞാൻ ക്ഷയിച്ചു, എൻ്റെ പുറമെയുള്ള ശരീരം എന്ത് ചെയ്തു? ക്ഷയിച്ചു. ഈ 14 വർഷം കൊണ്ട് 20 വർഷം കൊണ്ട് ഞാൻ നന്നായി ജോലി ചെയ്തു. അവൻ വളരെ വിശ്വസ്തയോടെയാണ് ജോലി ചെയ്തത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നന്നായി കഷ്ടപ്പെട്ടാണ് അവൻ ജോലി ചെയ്തത്. അതുകൊണ്ട് അവൻ ക്ഷയിപ്പാണ്. പക്ഷേ അവനെ പകൽ സൂര്യൻ ബാധിക്കുവാനോ രാത്രി ചന്ദ്രൻ ബാധിക്കുവാനോ സമ്മതിച്ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നക്ഷത്രങ്ങളുടെ ബാധയുണ്ട്, പക്ഷേ നക്ഷത്രങ്ങളുടെ ബാധയൊന്നും നമ്മെ ബാധിക്കത്തില്ല. കാരണം സകല നക്ഷത്രങ്ങൾക്കും ഉടമയായിരിക്കുന്ന, സകലത്തെ സൃഷ്ടിച്ചവനായതുകൊണ്ടാണ് നമുക്ക് ബാധയില്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ നക്ഷത്രം നോക്കാത്തത്, അതുകൊണ്ടാണ് നമ്മൾ ജാതകം നോക്കാത്തത്. കാരണം ഇതിനൊക്കെ ബാധയുണ്ട്, പക്ഷേ നമ്മളെ ബന്ധിക്കാൻ കഴിയത്തില്ല, ദൈവമക്കളെ ബന്ധിക്കാൻ കഴിയത്തില്ല. സാൻഡ് പറഞ്ഞു, നിന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. കാരണം പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ലെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ ബാധയൊന്നും നിനക്ക് വരത്തില്ല. പക്ഷേ സൂര്യനും ചന്ദ്രൻ്റെ ചൂടും തണുപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും. അത് നീ പ്രൊട്ടക്ട് ചെയ്തോളണം. ബാക്കിയുള്ള ഈ ഗ്രഹങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് നിന്നെ ബാധിക്കത്തില്ല. അതുകൊണ്ട് നാളും നോക്കണ്ട, നാഴികം നോക്കണ്ട, ഒന്നും നോക്കണ്ട. നമുക്ക് അങ്ങനെ ഒരു ബാധ ഉണ്ടാകത്തില്ല എന്നുള്ളത് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ യാക്കോബ് പുറപ്പെട്ടപ്പോൾ ഒരു പ്രത്യേക സമയം നോക്കിയല്ല പുറപ്പെട്ടത്. സമയം നോക്കി എപ്പോഴാണ് നല്ല കാലം നോക്കി എന്നല്ല പുറപ്പെട്ടത്. ഏത് മാസമാണ് നല്ലത് നോക്കിയില്ല. 2-ാം മാസമാണോ 1-ാം മാസമാണോ തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ അങ്ങനെയുള്ള നോക്കാമെന്ന് നമ്മൾ നോക്കിയില്ല. ദൈവം പറയാൻ ദിവസങ്ങൾ പുറപ്പെട്ടാൽ മതി. അതാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ ചിലതൊക്കെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ദിവസങ്ങളൊക്കെ തീരുമാനങ്ങൾ ചിലർക്ക് പറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ടിക്കറ്റ് കിട്ടിയാൽ യാത്ര ചെയ്യാം, അതേ ഉള്ളൂ നമ്മുടെ സമയം, അതേ ഉള്ളൂ. എപ്പോൾ ടിക്കറ്റ് കിട്ടുന്നോ നമുക്ക് യാത്ര ചെയ്യാം. ഞാൻ പറഞ്ഞതിനർത്ഥം ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. എപ്പം വേണം നമുക്ക് യാത്ര ചെയ്യാം. എന്നാൽ നമുക്ക് മഴയത്തിറങ്ങിയാൽ നനയും, തണുപ്പത്തിറങ്ങിയാൽ തണുപ്പടിക്കും, വെയിലത്ത് ഇറങ്ങിയാൽ ചൂട് കൊള്ളും. യാക്കോബ് പറഞ്ഞു, ഇതൊക്കെ എന്നെ ബാധിച്ചതാ. പക്ഷേ പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ എന്നെ ബാധിച്ചില്ല. ഒരു ബാധയും എന്നെ പിടിച്ചിട്ടില്ല. എനിക്കൊരു ബാധയും ഉണ്ടായില്ല. കാരണം ഞാൻ സർവശക്തനായിരിക്കുന്ന
ദൈവത്തെ ആരാധിക്കുന്നവനായതുകൊണ്ട് അവനൊരു ബാധയും ഏൽക്കുവാൻ ഇടയാക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ സമയമായപ്പോൾ 31 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന എൻ്റെ 3-ാം വാക്യത്തില് ദൈവം അവന്റെ ആഗമനത്തിനുള്ള പ്ലാൻ ചെയ്യുക. ഗമനത്തിന്റെ സമയം കഴിഞ്ഞു. യാത്രയുടെ സഫലമാക്കുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തെടുത്തു. യാക്കോബിനെ ദൈവം കണ്ടത് അവിടെ അവൻ പോയി അവന് ഒരു വീട് അവനൊരു ഭവനം പണിയപ്പെടണം. അവന് 11 മക്കളുമായി ഇനി 12-ാമതൊരു മകൻ കൂടി ലഭിക്കുമെന്ന് റാഹേൽ അവൾ എന്ത് ചെയ്തു? പ്രവചിക്കുകയും ചെയ്തു. അല്ലേ? റാഹേൽ അങ്ങനെ പറഞ്ഞത് ഇനി എനിക്കൊരു മകനെ കൂടി തരുമെന്ന് പറഞ്ഞു പ്രവചിക്കുകയും ചെയ്തു. 12-ാമത്തെ മകനെ ഉണ്ടാകുന്നുള്ള പ്രവചനം ഉണ്ടായി. അപ്പോൾ ഇസ്രായേൽ ഗോത്രം 12 ഉണ്ടാകാൻ ദൈവത്തിന്റെ സമയമായപ്പോൾ ഈ 12 മക്കളെ കൊണ്ട് വേണം തിരിച്ച് പോകേണ്ടത്. ഈ 12 മക്കളും ജനിച്ച് അവർക്കൊരു പ്രായമാകത്തക്കവണ്ണം ദൈവം അവിടെ വേറ്റിയേൽപ്പിച്ചു. നമുക്ക് ഈ യാക്കോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ യാക്കോബും ലാബാന്റെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ഈ ആടുകളെ യാക്കോബിന്റെ ആടുകളെ വേർതിരിച്ച് അവന്റെ മക്കളെ ഏൽപ്പിച്ചെന്നാണ് പറഞ്ഞത്. ലാബാന്റെ ആടുകളെയാണ് ഈ ആര് നോക്കിയത്? യാക്കോബ് നോക്കിയത്. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് വേർതിരിച്ച് 3 ദിവസം ദൂരം വെച്ചിട്ട് രണ്ടുപേരെ അയച്ചു. അങ്ങനെയാണ് അവർ യാത്ര ചെയ്തത്. അവന്റെ മക്കൾ പ്രാപ്തന്മാരായിരുന്നു. അപ്പോൾ ഈ 20 വർഷം കൊണ്ട് ഈ ദൈവം പ്ലാൻ ചെയ്തത് അവനെ അവിടെ ശക്തനായ ഒരു ധനികനാക്കി മാറ്റി. അവന് ഉറപ്പുള്ളവനായി തീരുവാൻ ഇടയായിരുന്നു. ദൈവം പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നു. ഈ 12-ാമത്തെ മകൻ ജനിക്കുവാൻ ഉള്ള കാര്യങ്ങൾ റാഹേലിൽ ദൈവം കണ്ടിരുന്നു. അവൾ ഗർഭിണിയാകുന്ന സമയത്താണ് മടക്കയാത്രയ്ക്കുള്ള ഒരുക്കമുണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും ക്രമപ്പെട്ട് കഴിഞ്ഞപ്പോൾ 31-ാം അധ്യായമായപ്പോൾ അവിടെ പിന്നീട് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതെ കാര്യങ്ങൾ അവിടെ മാറാൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 7 വർഷം കുഴപ്പമില്ലായിരുന്നു, 14 വർഷം കുഴപ്പമില്ലായിരുന്നു, പലതും മാറ്റിക്കൊണ്ടിരുന്നു. 6 വർഷം കഴിഞ്ഞപ്പോൾ 20-ാമത്തെ വർഷമായപ്പോൾ ഇവൻ മഹാധനികനായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആകപ്പാടെ പ്രശ്നമായി തീർന്നു. യാക്കോബ് ലാബാനേക്കാൾ അഥവാ അവന്റെ മക്കളെക്കാൾ കാശുകാരായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ പ്രശ്നമുണ്ടായി. ഇവിടെ എങ്ങനെയാണ് യാക്കോബ് ഇങ്ങനെ ഉണ്ടായത്, ഇങ്ങനെ ധനവാനായതെന്ന് ചോദിച്ചപ്പോൾ വിചാരിച്ചു ഈ ലാബാനുള്ളതെല്ലാം മോഷ്ടിച്ചാണെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. നീതിയുക്തമായിട്ടുള്ള സമ്പാദ്യമായിരുന്നു യാക്കോബിന്റെ കൈവശമുണ്ടായിരുന്നത്. ദൈവം പറഞ്ഞു, ഇപ്പോൾ ഇവർ എതിർക്കുന്നു, ഇപ്പോൾ ഇവരുടെ മുഖം പണ്ടത്തെ പോലെയല്ല. ദൈവം അവനോട് കൽപ്പിക്കുകയാണ്. 3-ാം വാക്യം, അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക്, നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോക, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. യാക്കോബേ, ഈ ശബ്ദം കേൾക്കുന്നവരെ നീ എത്ര പ്ലാൻ ചെയ്താലും മടങ്ങിപ്പോകാൻ കഴിയത്തില്ല. 7 വർഷത്തിൽ പോകാൻ പ്ലാൻ ചെയ്തില്ലേ? അന്ന് നീ പോയിരുന്നെങ്കിൽ നീ പോയി കഴിഞ്ഞാൽ നിനക്കെതിരെ വലിയ പ്രശ്നമുണ്ടാകുമായിരുന്നു. നീ ധനികനാകത്തില്ലായിരുന്നു. നിനക്ക് തലമുറകൾ അത് എണ്ണത്തിൽ 12 ആകത്തില്ലായിരുന്നു. ദൈവം അതിനെ തടഞ്ഞു. 14 വർഷം കഴിഞ്ഞപ്പോൾ മടങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു. അവന് 11 മക്കൾ ജനിച്ചു. അവൻ വിചാരിച്ചു കുടുംബമായി ഇനി അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു. ദൈവം പറഞ്ഞു, വെറും കൈയോടെ ഞാൻ നിന്നെ അയക്കത്തില്ല. 6 വർഷം കൂടി അവിടെ നിർത്തി. 20 വർഷം കഴിഞ്ഞപ്പോൾ അവൻ അവിടെ മഹാധനികനായി തീർന്നു. ആ സമയമായപ്പോൾ എതിർപ്പുകൾ ഉയർന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇപ്പോഴാണ് നല്ല സമയം, എൻ്റെ സമയം അടുത്തു. ചില എതിർപ്പുകൾ ചില മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്നത്, ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത്, അത് ദൈവത്തിന്റെ സമയം അടുക്കുന്നതിന്റെ തെളിവാ കാണിക്കുന്നത്. ലാബാന്റെ വീട്ടിൽ അവനെതിരെ അവന്റെ മക്കളും ഒക്കെ എതിരായി തീരാൻ കാരണമായി തീർന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇപ്പോൾ നിനക്ക് മടങ്ങിപ്പോകാനുള്ള സമയമാ. 20 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുപോവുകയാണ്. ആരാ പരിപാലിക്കുന്നത്? ആരാ യാക്കോബേ നിന്റെ കാര്യം തീരുമാനിക്കുന്നത്? ആരാ ദൈവത്തിന്റെ ദർശനമുള്ളവന്റെ കാര്യങ്ങളെ, കുടുംബത്തിന്റെ കാര്യങ്ങളെ ആരാ നിയന്ത്രിക്കുന്നത്? സർവശക്തനായ ദൈവം കരമുയർത്തി പറഞ്ഞാട്ട്, ദൈവത്തിന്റെ ദൃഷ്ടി എൻ്റെ മേൽ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ആലോചന എൻ്റെ മേൽ ഉള്ളത് കൊണ്ട്, എൻ്റെ പ്ലാനുകളല്ല,
എൻ്റെ സ്വർഗത്തിന്റെ പ്ലാനുകളാ എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലും ഉള്ളത്. അതുകൊണ്ട് അവന്റെ പദ്ധതിക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എത്രമാത്രം നാം വ്യഗ്രത കാണിച്ചാലും, നീ 7 വർഷത്തിൽ പോകാൻ പ്ലാൻ ചെയ്താലും നടക്കത്തില്ല, 14 പോകാനും പ്ലാൻ ചെയ്താൽ നടക്കത്തില്ല. ആ ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവിടുന്ന് മടങ്ങിപ്പോകേണ്ടതായ സമയം വരും. ഇവനെ അവിടുന്ന് അയക്കുമ്പോൾ എങ്ങനെയാ വിട്ടെന്നറിയാമോ? ദൈവം അവനോട് കല്ലിച്ചത് കഴിഞ്ഞപ്പോൾ ഇവന് ധൈര്യമുണ്ട്, അവന് മനസ്സിലായി പോകാനുള്ള സമയമായെന്ന്, മടക്കയാത്രയ്ക്കുള്ള സമയമായെന്ന്. അങ്ങോട്ടുള്ള യാത്ര ദൈവം കരുതി ഇത്രമാത്രം അവനെ അനുഗ്രഹിച്ചു. ഇനി മടക്കയാത്രയെക്കുറിച്ച് നമുക്കറിയാം. ഇവൻ പിന്നെ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. മടങ്ങി അവിടുന്ന് പോന്നപ്പോൾ ആദ്യമായിട്ട് അവൻ ഇവനെ തോൽപ്പിച്ചാണ് പോയത്. എന്ന് പറഞ്ഞാൽ ഒളിച്ചോടി പോയല്ല ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇവനോട് പറയാതെ പോയെന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളത് കൊണ്ടേ പറയാതെ പോവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ അനുവാദമൊക്കെ ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 14 വർഷം കഴിഞ്ഞ് മുമ്പ് പോവുകയായിരുന്നെങ്കിൽ ലാഭം പറഞ്ഞാൽ നിന്റെ മക്കളെയും കൊണ്ടൊന്ന് 7 വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ നിർത്തിയതിനെ വെറും കൈയോടെ അയച്ചേനെ. പിന്നെ വെറും കൈയോടെ അയക്കും. അവന് സമ്പത്തൊന്നുമില്ല, ആരുമില്ല, കാശില്ല, ഒന്നുമില്ലാത്തവനാ, വെറും കൈയോടെ അയക്കും. പക്ഷേ ദൈവം സമ്മതിച്ചില്ല. അവനെ വെറും കൈയോടെ വിടാൻ ദൈവം സമ്മതിച്ചില്ല. സമ്പത്തുണ്ടായിപ്പോൾ ആൾക്കാരുണ്ടായി, അവന് ദാസിദാസന്മാരുണ്ടായി, അവന്റെ വീട്ടിൽ അവൻ പറഞ്ഞാൽ അവനോടൊപ്പം നിൽക്കാനുള്ള ആൾക്കാരുണ്ടായി. അപ്പോൾ അവന് പിന്നെ ഈ ലാബാന്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞത് നീ എന്നെ തോൽപ്പിച്ചു പോയെന്ന് പറഞ്ഞത് അർത്ഥം ഈ അനുവാദം ചോദിച്ചിട്ട് വണ്ടിക്കൂലിക്ക് പൈസ തരാവോ, അങ്ങോട്ട് പോകാനുള്ള തരാവോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ആര് വന്നാലും അതിനെ തടയാനുള്ള ശക്തി ഇവനുണ്ടെന്നുള്ള ഒരു മനക്കരുത്ത് അവന് കൊടുത്തിരുന്നു. ദൈവനോട് സംസാരിച്ചപ്പോൾ ഇവൻ ലാബാനോട് ചോദിക്കാതെ അനുവാദം കാരണം ചോദിച്ചാൽ വിടത്തില്ല, അല്ലെങ്കിൽ പലതും പിടിച്ചു വെച്ചിട്ട് വിടുകയുള്ളൂ. അതവൻ ചെയ്യാതെ അവൻ ഓടിപ്പോയപ്പോൾ ഗിലെയാദ് പർവ്വതത്തിൽ എത്തിയപ്പോൾ പുറകെ വന്നു. നമുക്കറിയാം, ഗിലെയാദ് പർവ്വതത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വന്നിട്ട് ലാബാൻ ഒരു വാചകം അടിക്കുന്നുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ? എനിക്ക് നിന്നോട് ദോഷം ചെയ്യുവാൻ ശക്തിയുണ്ട്, അല്ലേ? 29-ാം വാക്യം, ദോഷം ചെയ്യുവാൻ, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്. 121 സങ്കീർത്തനം 7-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് നിനക്ക് ഒരു ദോഷവും ഭവിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം നിന്നെ പരിപാലിക്കും. അങ്ങനെയല്ലേ 121 സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ നിന്നെ ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കും. ദോഷം ചെയ്യുവാൻ ശക്തിയുള്ളൂ. കാരണം അവൻ ആ നാട്ടുകാരനാ, 16-ാം മൈൽ അവന് പരിചയമുള്ള സ്ഥലമാണ്. അവന് ആൾക്കാരെ കൂട്ടാൻ കഴിയും. ഓടി വന്നവരെ പിടിക്കാൻ വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ മടക്കി കൊണ്ടുപോകാൻ വേണ്ടിയാണ് വരുന്നത്, ദോഷം ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷേ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ശക്തി ഉണ്ടെങ്കിലും ദോഷം ചെയ്യുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അന്ന് തലരാത്രിയിൽ ദൈവം പറഞ്ഞു, എൻ്റെ അഭിഷക്തനായിരിക്കുന്ന അഥവാ എൻ്റെ മകനായിരിക്കുന്ന യാക്കോബിനോട് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്തെന്ന് പറഞ്ഞു. ദൈവോട് പറഞ്ഞു, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവനെ വിലക്കിയിട്ട് പറയുകയാണ്. ദൈവം പറഞ്ഞു, ദൈവം ഒരു രാത്രി സ്വപ്നത്തിൽ അരാമിനായ ലാബാന്റെ അടുക്കൽ വന്ന അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. ദൈവം പറഞ്ഞു, നീ സൂക്ഷിച്ചോണോ. ദൈവം വാണിംഗ് കൊടുത്തു, നിനക്ക് ദോഷം ചെയ്യാൻ ശക്തിയുണ്ട്. അങ്ങനെയുള്ള വിചാരിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ പോരുന്നത്. ഇവനെന്നെ കളിപ്പിച്ചുകൊണ്ട് പോയി, ഓടിപ്പോയി, അവൻ എൻ്റെ മക്കളോടെ കൊണ്ടുപോയി, അത് മാത്രമല്ല ഗ്രഹമുമ്പ് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയുള്ള വാശിയോടെ ഓടി വന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? ദോഷം ചെയ്യാൻ വേണ്ടി ഓടി വരുന്നത്, കൊല്ലാൻ വേണ്ടി ഓടി വരുന്നത്, പിടിക്കാൻ വേണ്ടി വരുന്നത്, കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത്. മക്കളാണെന്നോ മരുമക്കളാണെന്നോ നോട്ടമില്ല. ഇവിടെ യാക്കോബിന് ലാബാന്റെ ചിന്ത മുഴുവനും ദോഷം ചെയ്യണമെന്നാ. അതുകൊണ്ടാ പറഞ്ഞത്, എനിക്ക് ദോഷം ചെയ്യാൻ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഈ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? തലമുറകൾക്ക് വേണ്ടി സംരക്ഷണമാ നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സമർപ്പണം. അബ്രഹാമേ, യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചെങ്കിൽ ദൈവം നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം ഇസഹാക്കിൽ മേൽ ആവസിച്ചു. ഇസഹാക്കിൽ നിന്ന് യോഗ്യനായ യാക്കോബിലേക്ക് അത് വരുവാനിടയാറ്റുന്നു. ദൈവം പറഞ്ഞു, എൻ്റെ മക്കളാണവർ,
അവിടെ പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ 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 പിതാക്കന്മാരുടെ ദൈവം എന്നോട് കഴിഞ്ഞ രാത്രി പറയുന്നു, നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം അമ്മ വീടൊക്കെയാ, ഭാര്യ ശരിയാ. പക്ഷേ പിതൃഭവനത്തെക്കുറിച്ച് അബ്രഹാമിനെ കുറിച്ചാണ് ബന്ധമുള്ളത്. ഇവിടെ ബന്ധതയെടുത്ത് പെണ്ണിനെ കൊണ്ട് കുടുംബം പോയാൽ മതി. ഇവിടെ സ്ഥിരതാമസമുള്ളതല്ല. കനാൻ ദേശമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അവർ ബന്ധമേ ഉള്ളൂ. പക്ഷേ ദോഷം ചെയ്യാൻ വേണ്ടി ഓടി വന്നവരോട് പറഞ്ഞു, നീ ഒന്നും ചെയ്യരുത്, ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുത്, നിനക്ക് ശക്തിയുണ്ടെന്ന് എനിക്കറിയാം. നീ കൂട്ടിക്കൊണ്ട് വന്നത് നീ യുദ്ധം നിനക്ക് വേണമെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോകാനുള്ള കഴിവുള്ളതാണ്. പക്ഷേ എൻ്റെ ദാസനായിരിക്കുന്ന യാക്കോബ് എൻ്റെ മകനാണ്. അത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ബന്ധം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തൊട്ടുപോകരുതെന്ന് പറഞ്ഞു, അനങ്ങരുതെന്ന് പറഞ്ഞു, നീ അവരെ കണ്ടു കഴിഞ്ഞാൽ ഗുണമോ ദോഷമോ വിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞു. ദൈവം വാൺ ചെയ്യും, ദൈവം ഭീതി അയക്കും, ദൈവം പേടിപ്പിക്കും, ദൈവം സ്വപ്നം കൊടുക്കും. ദൈവം സ്വപ്നം തരുന്നത് നമുക്ക് മാത്രമല്ല, നമുക്കെതിരെ നിൽക്കുന്നവരെ ദൈവം ഭയപ്പെടുത്തും. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നിനക്ക് ദോഷം ചെയ്യുവാൻ ഏതെങ്കിലും ശക്തികൾ നമുക്കെതിരെ ഉണ്ടെങ്കിൽ രാത്രി ദൈവാത്മാ പറയുക, അതിനെ ഇല്ലാതാക്കുവാൻ, അതിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുവാൻ, അത് നമ്മുടെ അടുത്ത് വന്നാലും അതിനൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അതിനെ മാറ്റിവിടുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ദോഷം ചെയ്യുവാൻ വേണ്ടി അടുത്തു വരുന്നതിനെ അതിനെ നിർജീവമാക്കി കളയുക. ചിലത് പതിയിരുന്നു കൊണ്ട് ദിവസങ്ങളിൽ കടന്നാക്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന അലവുന്ന സിംഹം പോലുള്ള ശക്തികളുണ്ട്. പിശാചുക്കൾ അങ്ങനെയാ, രോഗാത്മാക്കൾ അങ്ങനെയാ. ഇത് രാത്രി ദൈവാത്മ പറയുക, നിനക്ക് ദോഷം വരാതിരിക്കുവാൻ ദൈവത്തിന്റെ കരമുണ്ട്. യഹോവ നിനക്കൊരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യാക്കോബിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ദോഷം തട്ടാൻ ദൈവം സമ്മതിച്ചില്ല. അവന്റെ മടക്ക് യാത്രയിൽ ദൈവം അവനോട് കൂടിയിരുന്നു. അങ്ങോട്ട് കൊണ്ടുപോയ ദൈവം അവനോട് സംസാരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടുള്ള മടക്ക് യാത്രയിൽ ദൈവം ലാബാന് സ്വപ്നം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവരിപ്പം മടങ്ങിപ്പോകുന്നത് എൻ്റെ കൽപ്പന പ്രകാരമാ, ഞാൻ പറഞ്ഞിട്ടാ പോകുന്നത്, എൻ്റെ ആലോചനയിലാ പോകുന്നത്. അതുകൊണ്ട് അവരോട് നീ ഒന്നും മിണ്ടരുത്, തൊടരുതെന്ന് പറഞ്ഞ് അവനെ വാൺചിവനെടുത്തുന്നു. നമുക്കറിയാമല്ലോ, അങ്ങനെ ഗിലെയാദ് പർവ്വതത്തിൽ വെച്ച് അവിടെ ആഹാരം കഴിച്ച് സന്തോഷത്തോടെ പിരിവനിടയത്തീർന്നു. ഒന്നാമത്തെ ഘട്ടം പൂർത്തീകരിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ യാക്കോബിന് അവന്റെ വഴിക്ക് പോയപ്പോൾ ദൈവത്തിന്റെ സേന അവിടെ എത്തിച്ചേരുവാനിടയത്തീർന്നു. ഇത് കണ്ടപ്പോൾ യാക്കോബ് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഗനീയം എന്ന് പേരിട്ടു. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ചില പേരുകൾ ഇടുവാൻ വേണ്ടി ദൈവം യാക്കോബിനെ കണ്ടിരുന്നു. സ്തോത്രം. അതെ, അവൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ട് പോയപ്പോൾ പേര് മാറ്റി. ലൂസിന്റെ പേര് ബെഥേലെന്നാക്കി മാറ്റിയെങ്കിൽ, ആ ബെഥേലാക്കി എടുക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തെങ്കിൽ, ഇങ്ങോട്ട് മടക്ക യാത്രയിൽ അവൻ ദൈവത്തിന്റെ സേനയെ കണ്ടിട്ട് പറയുക, അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, അവനെ പരിപാലിക്കുന്ന, അവന്റെ പ്രാണനെ പരിപാലിക്കും. അതാ 121 സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അപ്പോൾ ദൈവത്തിന്റെ സേന ഇറങ്ങി യാക്കോബിന് സംരക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഭാരപ്പെട്ടു പോകണ്ട, നീ കടക്കാൻ പോകുന്നത് സെയീർ പർവ്വതത്തിനടുത്തേക്കാ പോകുന്നത്. ഗിലെയാദിൽ നിന്ന്, ഗിലെയാദ് പർവ്വതം കഴിഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലം ഗിലെയാദ. പണ്ടത്തെ നിന്റെ ജ്യേഷ്ഠൻ, നിന്നോട് ബദ്ധശത്രുവായിരിക്കുന്ന നിന്റെ സഹോദരനായിരിക്കുന്ന യേശാവ്, അതുവരെയും യാക്കോബിന് അത് ചിന്തയല്ലായിരുന്നു. പക്ഷേ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് ഏദോം ദേശത്തേക്ക് എത്തുവാനുള്ള ആ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ആദ്യമായി ദൈവം യാക്കോബിന് കാണിച്ചു കൊടുത്ത ദൈവത്തിന്റെ സേനയാണ്. അതുകൊണ്ട് അവർ പറയുന്നത്, അവിടെ ദൈവനെ പരിപാലിച്ചു പറഞ്ഞു, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അതെ, ഈ ലാബാൻ വന്ന് ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവനെ പരിപാലിച്ചിട്ട് പറഞ്ഞു, ഇനി നിന്റെ പ്രാണനെ പരിപാലിക്കുന്ന പോകുക. ഇതുവരെയും ഉള്ള വിഷയം നിന്നോട്
മാത്രമുള്ള പ്രശ്നമായി തീരാൻ പോവുക. നിന്നെ കൊല്ലാൻ വേണ്ടി ശപഥം ചെയ്ത് ഒരുത്തനുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഈ യേശാവിന്റെ ആഗ്രഹം ഇവനെ കൊല്ലണമെന്നുള്ളതായിരുന്നു. അതായത് അവൻ ശപഥം ചെയ്ത് അവന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചതായിരുന്നു, ഇസഹാക്ക് മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊല്ലണമെന്ന്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ഇവൻ അത് ആഗ്രഹിച്ചിരുന്നെങ്കിലും ദൈവം അവനോട് ഇടപെടുവാനിടയെ തീർന്നു. ദൈവം ഒരുവനോട് പ്രസാദം തോന്നിയാൽ അവന്റെ ശത്രുക്കളെ ദൈവം അവൻ ഇണക്കി കൊടുക്കുന്ന ദൈവമാണ്. ഏശാവിന്റെ നാടായിരിക്കുന്ന, അതെ, ആ മഹിനി ആ ദേശത്ത് സെദോം ഏദോം നാടായിരിക്കുന്ന ദേശത്തേക്ക് കാലുകുത്തുവാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ബുദ്ധിമാനായിരിക്കുന്ന യാക്കോബ് ഒരു കാര്യം ചെയ്തു. അവൻ അവിടുന്ന് ആൾക്കാരെ അയച്ചു, ദൂതന്മാരെ അയച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്. അറിയിക്കാതെ പോയില്ല. അറിയിക്കാതെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രമാണിയ ഏദോം അവിടെ ഏതെങ്കിലും ഒരു കൂട്ടം ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അവന് മനസ്സിലാകും. അങ്ങനെ പറയാതെയാ പോകുന്നെങ്കിൽ യാക്കോബേ നിന്റെ കാര്യം തീർന്നു. ഏദോം സമ്മതിക്കത്തില്ല. കാരണം ഏദോം യുദ്ധവീരനാ, അവൻ കൊന്നുകളയുന്നവനാ. ഏതും പോരാത്ത ഏദോമിന് നീ അറിയിക്കാതെ അവന്റെ ദേശത്ത് ഓടിയാ പോകുന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് പോകുന്നതാ നല്ലത്. കൊട്ടോ നമ്മൾ വിചാരിക്കും അവരറിയാതെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചാൽ അത് അപകടത്തിലേക്ക് ചെല്ലുകയുള്ളൂ. ഇവിടെ ബുദ്ധിമാനായിരിക്കുന്ന യാക്കോബിന് ദൈവം ആലോചന കൊടുത്തു. ദൈവത്തിന്റെ സേനയെ കാണിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ പരിപാലിച്ചോളാന്ന് പറഞ്ഞു. നീ അറിയിച്ചു, അവൻ അറിയട്ടെ, അവൻ അറിഞ്ഞിട്ട് വരട്ടെ. ഇന്ന് രാത്രിയിൽ അറിയാതെയല്ല, എവിടുന്ന് അറിയാതെ പോകണമോ അവിടുന്ന് അറിയാതെ പോകണം, എവിടെ അറിഞ്ഞു പോകണമോ അവിടെ അറിഞ്ഞു പോകണം. ലാബാനോട് പറയാതെ പോകണം. അത് ദൈവത്തിന്റെ പദ്ധതിയാ. കാരണം അവൻ അവിടെ പിടിച്ചു വെക്കും ചിലതെല്ലാം. ഇവിടെ നീ കടന്നു പോകുമ്പോൾ, ഏതോ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നിനക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതോ ആയിരിക്കുന്ന യേശാവിനെ മറികടന്ന് നിനക്ക് പോകാൻ കഴിയത്തില്ല. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീ അറിയിക്കാതെ പോകുന്നെങ്കിൽ പ്രശ്നമുണ്ടാകുന്നത് കൊണ്ട് ഇവന് ആൾക്കാരെ അങ്ങോട്ട് വിട്ട് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്ന 400 പേരുമായിട്ട് അവൻ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു. ദൂതന്മാർ എന്ന് പറഞ്ഞു, യേശാവ് 400 പേരുമായിട്ട് നിന്നെ എതിരേൽക്കാൻ വരുന്നു എന്ന് പറഞ്ഞു. എതിരേൽക്കാൻ വരുന്നു. കൊല്ലാൻ പ്ലാൻ ചെയ്തവനെ കൊണ്ട് എതിരേൽക്കാനുള്ള മനസ്ഥിതി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. കൊല്ലാൻ ആഗ്രഹിച്ചിരുന്ന യേശാവിന്റെ മേൽ ദൈവം അവന്റെ മനസ്സിനെ മാറ്റിയപ്പോൾ അവന് യാക്കോബിനെ എതിരേൽക്കാനുള്ള മനസ്ഥിതി കൊടുത്തു. യാക്കോബ് മടങ്ങി വരുന്നു, കുടുംബമായിട്ട് വരുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് ഇടപെട്ടു. അവന്റെ അതുവരെയുള്ള എല്ലാ വൈരാഗ്യങ്ങളെയും 20 വർഷം കൊണ്ട് മാറിയിരുന്നു. അത് മാത്രമല്ല, ഇസഹാക്ക് മരിച്ചില്ല. അന്ന് മരിച്ചു പോകുമെന്ന വിചാരിച്ചത്. വേട്ടയിറച്ചിയൊക്കെ വാങ്ങിത്തിന്ന് അനുഗ്രഹിച്ച് മരിക്കാൻ വേണ്ടി തയ്യാറായ യാക്കോബിനന്ന് 80 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ യാക്കോബ് പറഞ്ഞു, നിന്റെ സമയം അടുത്തെന്ന്. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ സമയം അടുത്തിട്ടില്ല. നീ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഇത് ചിലതൊക്കെ ഇവിടെ ബുദ്ധിമുട്ടായിട്ട് തീരും. അതുകൊണ്ട് യാക്കോബിന്റെ മടങ്ങി വരവും അവനൊരു പ്രയാസം ഉണ്ടാകാത്ത വണ്ണം ഈ ഇസഹാക്കിന്റെ ആയുസ് അങ്ങ് വർദ്ധിപ്പിച്ചു കൊടുത്തെന്ന്. എത്ര വയസ്സ് വരെയാണ്? 189 വയസ്സ് വരെ കൊടുത്തു. അതുവരെയും കൊടുത്തു. 80ാമത്തെ വയസ്സ് മരിക്കുമെന്ന് വിചാരിച്ചതാ. പക്ഷേ ദൈവം പറഞ്ഞു, നീ മരിക്കത്തില്ല, നിന്നെ മരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഈ യാക്കോബ് മടങ്ങി വരുന്നതിന് മുമ്പായിട്ട് ഈ ഇസഹാക്ക് മരിച്ചിരുന്നെങ്കിൽ ഇവന് മനസ്സിന് എപ്പോഴും എതിർപ്പുണ്ടായിരുന്നവൻ അനുകൂലമായി തീരത്തില്ലായിരുന്നു. എന്നാൽ ഇവനറിയാമായിരുന്നു അവന്റെ അപ്പൻ മരിച്ചിട്ടില്ലെന്നുള്ളത്. അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല അവനറിയാമായിരുന്നു. ദൈവം അവനോട് ഇടപെട്ടത് കൊണ്ടും അവന്റെ കാര്യങ്ങൾ അത് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാത്തത് കൊണ്ടും. അങ്ങനെയല്ലേ ഇസ്ഹാക്ക് എന്താ പറഞ്ഞത്? എന്റെ കണ്ണു മങ്ങി, ഞാൻ മരിക്കാൻ പോകുകയാ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ തീർത്തേക്കാന്ന് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ദൈവം അവന്റെ ആയുസിനെ കൂട്ടി. ഇവിടെ കാണാൻ സാധിക്കും 100 വയസ്സാകുകയാണ്. ഇപ്പോൾ 80ാമത്തെ വയസ്സിലാണ് പോയത്. 100ാമത്തെ വയസ്സായി. ഇസഹാക്ക് മരിച്ചില്ല. ആര് മരിക്കണം, എപ്പോൾ മരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാകട്ടോ. ഇവിടെ ചില പ്ലാനുകൾ ചെയ്തു വെച്ചിട്ടില്ലായിരുന്നോ? ഏശാവ് ചിലത് പ്ലാൻ ചെയ്ത് വെച്ചില്ലായിരുന്നോ? അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവനെ കൊല്ലാമെന്ന്. അതായിരുന്നു അവന്റെ പ്ലാൻ ആയിരുന്നെങ്കിൽ ഇസഹാക്ക് മരിക്കാൻ ദൈവം സമ്മതിച്ചില്ല. ഇസഹാക്ക് 80ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് വിചാരിച്ചതാ. പക്ഷേ ദൈവം അവന്റെ വയസ്സ് 109 വയസ്സുകൂടി അവൻ ദീർഘമാക്കി കൊടുത്തു. 189ാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് മരിക്കുന്നത്.
കാരണം അവൻ അതുവരെ ജീവിച്ചിരിക്കേണ്ടത് ഇസ്രായേലിന് ആവശ്യമായിരുന്നു, യാക്കോബിന് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അവൻ മരിക്കാതിരുന്നത്. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങളെ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ ദൈവം ആക്കിയിട്ടുണ്ട്. മരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഇസഹാക്ക് മരിച്ചില്ല. എന്തുകൊണ്ട് മരിച്ചില്ല? അവൻ മരിച്ചു കഴിഞ്ഞാൽ, ഇവന് വൈരാഗ്യമുണ്ടായിക്കഴിഞ്ഞാൽ, ഏതോമായിരിക്കുന്ന യേശാവിന് യാക്കോബിനെ കൊന്നുകളയാമായിരുന്നു, അവന്റെ പ്രാണന് നാശം വരുമായിരുന്നു. ദൈവം പറഞ്ഞു, നിന്റെ പ്രാണനെ ഞാൻ പരിപാലിക്കും. ദൈവമായ കർത്താവ് ആലോചന പറഞ്ഞു കഴിഞ്ഞാൽ, യാക്കോബേ, നിന്റെ പ്രാണനെ ദൈവം പരിപാലിക്കുന്നതാണ്. ഇവന്റെ ഹൃദയത്തിലുള്ള പ്ലാനുകളെ ദൈവം മാറ്റിക്കളഞ്ഞു. ഈ യേശാവിന്റെ ഹൃദയത്തിലുള്ള പ്ലാനുകളെ ദൈവം മാറ്റി. ഒന്ന്, അവന്റെ അപ്പൻ മരിച്ചിട്ടില്ല. രണ്ട്, എല്ലാം അവന് ക്ഷമിക്കത്തക്കവണ്ണമുള്ള ഒരു കാലയളവ് കിട്ടി. 20 വർഷം. 7 വർഷം കൊണ്ട് ദൈവം അനുവദിച്ചു കൊടുത്തില്ല. വരാനായിട്ട് മടങ്ങി വരാൻ സമ്മതിച്ചില്ല. 14 വർഷത്തെ സമ്മതിച്ചില്ല. 20-ാമത്തെ വയസ്സിൽ മഹാസമ്പന്നായിട്ട് മടങ്ങി വരുമ്പോൾ ഇവനും ഒന്നുമില്ലാത്തവനായിട്ടല്ല വരുന്നത്. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബ് മടങ്ങി വരുമ്പോൾ ഒന്നുമില്ലാത്തവനായി, യാക്കോബ് മടങ്ങി ഒന്നുമില്ലാത്തവനായി, ഈ കുറെ പിള്ളേരെയും കുറെ പഴം തുണിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നെങ്കിൽ യേശാവ് അവനോട് എതിർത്ത് നിൽക്കുമായിരുന്നു. അവനെ കാണുമ്പോൾ തന്നെ ഒരു പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് അവനെ പുച്ഛിക്കുമായിരുന്നു. എന്നാൽ നിന്റെ ശത്രുവിന്റെ മുമ്പിൽ ദൈവം നിന്നെ ലജ്ജിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ച് മനസ്സിലായിക്കൊള്ളും കേട്ടോ. സഹോദരങ്ങളുടെ മുമ്പിൽ, നിന്റെ മറ്റുള്ള മുമ്പിൽ നിന്നെ ലജ്ജിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ അഭിഷക്ത, ദൈവത്തിന്റെ മക്കളെ, ദൈവതലമുറയെ ആലോചിച്ച് നോക്കി. ഏതോ അവൻ ശക്തനായി തീർന്നപ്പോൾ മറുഭാഗത്ത് യാക്കോബ് ഒന്നുമില്ലാത്തവനായിട്ടാണ് വരുന്നെങ്കിൽ, അവന് സമ്പന്നത ഒന്നുമില്ലാത്തവനാ വരുന്നെങ്കിൽ, അവൻ ഈ പറയുന്ന 4 ഭാര്യമാരെയും 11 മക്കളെയുമായിട്ട് ഒരു കുറച്ച് ഒട്ടകത്തിന്റെ പുറത്ത് ഒന്നുമില്ലാത്തവനായിട്ടാണ് വരുന്നെങ്കിൽ ആലോചിച്ച് നോക്ക്. രാത്രിയിൽ ദൈവാത്മാവ് ചില ദൂതുകൾ അറിയിക്കുകയാണ്. അതെ, ദിവസങ്ങളിൽ മറ്റുള്ള മുമ്പിൽ നിനക്കെതിരെ പക കാണിക്കുന്ന, ദേഷിക്കുന്നവരുടെ മുമ്പിൽ നിന്റെ മടങ്ങി വരവ് ദൈവം രാജകീയമാക്കി മാറ്റും. ദൈവം രാജകീയമാക്കി മടങ്ങി വരുവാണ് യാക്കോബിന് കൊടുത്തത്. രാത്രി ഞാൻ കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ പദ്ധതികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒന്നുമില്ലാതെ കേഴുന്ന, ഒന്നുമില്ലാതെ ദാരിദ്ര്യം പിടിച്ച, വെയിൽ കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് ആരോഗ്യമില്ലാത്ത ഒരു യാക്കോബും, അവനോടുകൂടെ പട്ടിണി കിടക്കുന്നവരെ പോലുള്ള കുറെ മക്കളും ഭാര്യമാരുമായിട്ട് വരുവാൻ ദൈവം അനുവദിച്ചില്ല. രാത്രിയിൽ ചിലതിനെ ദൈവം ചെയ്തെടുക്കാൻ പോകുക. ചില കുടുംബങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോകുക. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, അതെ, മറ്റുള്ള മുമ്പിൽ നിന്ദിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. മടക്കയാത്ര രാജകീയമായിട്ടുള്ള മടക്കയാത്രയാണ്. എങ്ങനെയാ മടങ്ങി വരുന്നത്? മഹാസമ്പന്നനായിട്ട് ആൾക്കാരോട് കൂടെ അവൻ മടങ്ങി വരികയാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ യേശാവ് വരുന്ന പറയുന്ന സമയത്ത്, മടങ്ങി വരുന്ന സമയത്ത് യാക്കോബ്, അവന് കൂടെ ആൾക്കാരുണ്ടെങ്കിലും, ദൈവത്തിന് സേനയെ കണ്ടെങ്കിലും, ദൈവമായ കർത്താവ് അവന്റെ ഹൃദയത്തിൽ ഒരു ഭയം കൊടുത്തിരുന്നു. കാരണം ഈ യേശാവ് വരുന്നതിന് മുമ്പായി ദൈവത്തിന് അവനെ സന്ദർശിക്കണമായിരുന്നു. അവന്റെ പേരൊന്ന് മാറ്റണമായിരുന്നു. അവന്റെ പേര് മാറ്റി അങ്ങോട്ട് പോയപ്പോൾ അവൻ യാക്കോബായിട്ടാ പോയെങ്കിൽ മടക്ക യാത്രയിൽ ദൈവം അവന്റെ പേര് മാറ്റുവാൻ ആഗ്രഹിച്ചു. എന്താണോ ഒരു രാജ്യമായി ദൈവം ആഗ്രഹിച്ചിരുന്നത്, നിന്നെ ഈ രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടിരുമെന്ന് പറഞ്ഞ ദൈവം അവന്റെ മടക്ക യാത്രയിൽ അവന്റെ പേര് മാറ്റുവാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ അവന്റെ ഉള്ളിൽ ഭീതിയുണ്ടായി, വേദനയുണ്ടായി. ഈ യേശാവ് വരുന്നത് 400 പേരുമായിട്ടാണ് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് വലിയ ഭീതിയുണ്ടായി. ഇവിടെ എന്തിനാ വരുന്നെന്ന് അറിയത്തില്ലല്ലോ, എതിരേക്കാൻ വരികയാണോ, കൊല്ലാൻ വരികയാണോ, എന്തിനാ വരുന്നെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വല്ലാതെ ഭാരപ്പെട്ടവൻ അവൻ്റെതായ പ്ലാനുകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം, യാബോക്കിന്റെ കടവിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് അവൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന കരച്ചിലായി മാറി. അന്ന് രാത്രിയിൽ അവൻ കരയുവാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം വലുതാണ്. എനിക്കതിനെ തരണം ചെയ്യാനുള്ള കൃപ നൽകണം.
കരഞ്ഞ് മല്ലു പിടിച്ചു. ദൈവത്തിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ കൈവിടാതെ അവന്റെ കാലുകളിൽ മേൽ പിടിച്ചു കടന്നു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ദൈവം അവന്റെ പേർ മാറ്റി. യാക്കോബ് എന്ന പേര് മാറ്റി, ഉബായ് എന്ന പേര് മാറ്റി അവനെ ഇസ്രായേൽ എന്ന് നാമകരണം ചെയ്തു. ദൈവം പറഞ്ഞു, നിന്റെ പേര് ഇന്നു മുതൽ നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് ഞാൻ നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. ദൈവം പേർ മാറ്റുന്നവനാ. അതെ, ലോകം നിനക്ക് പലതും പേരിടും. അതെ, നീ കഷ്ടകാലപുത്രനാണെന്ന് പറയുമായിരിക്കും, അല്ലെ നീ എവിടെ ചെന്നാലും ഗുണം പിടിക്കാത്തവനാണെന്ന് പറയുമായിരിക്കും. ലോകം പറയും നീ ദരിദ്രവാസിയാണെന്ന് പറയും. അന്ന് ഞാൻ പറയട്ടെ, ലോകത്തിൽ പല പേരുകൾ പലർക്കും വീഴാറുണ്ട്. പക്ഷെ യാക്കോബിനെ കാണുമ്പോൾ പറഞ്ഞു നീ ഉബായിയാണെന്ന് പറയും. അവന്റെ പേരെങ്ങനെയായിരുന്നു? പക്ഷേ ദൈവം പറഞ്ഞു നീ ഉബായി അല്ല. മനുഷ്യരുടെ മുമ്പിൽ ഉബായി ആണെങ്കിൽ നീ ആരെയാണോ നീ ചതിച്ചെന്ന് വിചാരിച്ചിരിക്കുന്നത് അവന്റെ മുമ്പിൽ നീ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രഭുവായിരിക്കണം. രാത്രി ദൈവം പേര് മാറ്റുവാൻ ആഗ്രഹിക്കുക. ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുക. മടക്ക യാത്രയിൽ ആ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കാൻ ദൈവം യാക്കോബിന്റെ അറേവിൽ സമയമായപ്പോൾ മടങ്ങി വരുമ്പോൾ അവന്റെ പേര് മാറ്റി അങ്ങോട്ട് പോയപ്പോൾ യാക്കോബ് എന്നാ പറഞ്ഞു പോയതെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവനെ ഇസ്രായേലാക്കി മാറ്റി ഒരു രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ദൈവ പദ്ധതിക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതെ, അവൻ ഇസ്രായേലായി മാറ്റപ്പെടുവാൻ ഇടയായിരുന്നു. ദൈവത്തോട് മനുഷ്യരോടും നീ മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. യാക്കോബിനോട് നിന്റെ പേർ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മല്ലു പിടിച്ച് അവൻ അവിടുന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാറ്റുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന് വേണ്ടി അവൻ മല്ലു പിടിച്ചത് ഒരിക്കലും അവിടെ ഒരു ഗുസ്തി പിടിക്കുകയല്ലായിരുന്നു. പക്ഷേ പറഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞ് കാല് പിടിച്ചു. യാക്കോബിന്റെ ജീവിതത്തിന്റെ വിജയം അവന്റെ കണ്ണുനീരായിരുന്നു. അവൻ ഗർഭത്തിൽ അവൻ ഏശാവിന്റെ കാല് പിടിച്ചു. അവൻ കാല് പിടിച്ചാണ് അവിടുന്ന് അവൻ ജനിച്ചത്. അതുപോലെ തന്നെ ദൈവത്തോട് മല്ലു പിടിച്ചെന്ന് പറഞ്ഞാൽ കരഞ്ഞ് അവൻ കാല് പിടിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അതെ, ദൈവസന്നിധി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തോട് പറയാം, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ ഇന്ന് രാത്രി എന്നെ വിട്ടുപോകരുത്. കർത്താവേ, ഞാൻ ഒരുപാട് തളർന്ന വിഷയങ്ങളാണ്, ഒരുപാട് ഭാരങ്ങൾ എനിക്കുണ്ട്, ഒരുപാട് വേദനകൾ എനിക്കുണ്ട്. കർത്താവേ, ഞാൻ പലപ്പോഴും ആ കരുതി വെക്കുന്ന അനുഗ്രഹത്തിന് മുമ്പ് വരുമ്പോൾ പലപ്പോഴും എനിക്കത് ലഭിക്കാതെ പോകുന്നുണ്ട്. രാത്രി നമുക്ക് ദൈവത്തോടെ, കർത്താവേ, നീ എൻ്റെ വാസ്തവമായിട്ടൊന്ന് അനുഗ്രഹിക്കണമേ. നീ കർത്താവേ, ഞാൻ എത്രയോ രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ എത്രയോ ഉപവസിച്ചിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഇപ്പോഴും എൻ്റെ കണ്ണുനീർ മാറുന്നില്ലല്ലോ, എൻ്റെ വേദനകൾ മാറുന്നില്ലല്ലോ. ഇന്ന് എത്ര പേർ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്? ഇന്ന് രാത്രിയിൽ കരഞ്ഞ് ദൈവത്തിന് കാല് പിടിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മുടെ പേര് മാറ്റാൻ പോകുക. അതെ, നിന്റെ ദുഃഖത്തിന്റെ അവസ്ഥ മാറ്റാൻ പോകുക, നിന്റെ ഭാരം മാറ്റാൻ പോകുക. രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. അത് നമ്മുടെ പേര് മാറ്റി, അത് നിന്നെ ഒരു പ്രഭുവാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്നെ ഉപായി എന്ന് പറയാം, എന്തും നിന്നെ പേര് വിളിക്കണ്ട, ചതി എന്ന് വിളിക്കാം. അതെ, നീ ഗുണപ്പെടാത്തവനാന്ന് പറയാം, വിട്ടുപോയവനാന്ന് പറയാം, എന്തും പറഞ്ഞുകൊള്ളട്ടെ. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് അവന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ യാചിച്ചു കഴിഞ്ഞാൽ, ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അവൻ ആ വാസ്തവമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. കർത്താവ്, എനിക്ക് മക്കളെ തന്നു, എനിക്ക് ഭാര്യമാരെ തന്നു, എനിക്ക് ആടുമാടുകൾ തന്നു, ഞാൻ മഹാധനവനാണ്. പക്ഷേ ഇതൊന്നുമല്ല എൻ്റെ അനുഗ്രഹം. നീ എന്നെ അനുഗ്രഹിക്കണം, നീ എനിക്ക് സംരക്ഷണമാകണം, നീ എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തണമെന്ന്. എൻ്റെ പേര് ഉബായി എന്ന, ഞാൻ ഉബായിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ചതിച്ചവനെന്ന് മനസ്സിലാക്കിയാൽ, എൻ്റെ പഴയ സ്വഭാവമാണെന്ന് അവൻ മനസ്സിലാക്കിയാൽ, പേരാണെന്ന് വിചാരിച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ കൊന്നുകളയും. ഞാൻ അവനെ ചതിച്ചവനാണെന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് അവൻ അതങ്ങനെ തോന്നുവാൻ ഇടയാകരുതേ എന്നാണ് യാക്കോബ് പ്രാർത്ഥിച്ചത്. എന്താ യാക്കോബ് പ്രാർത്ഥിച്ചത്? യാവ് ബുക്കിൽ നിന്ന് പ്രാർത്ഥിച്ചത്, ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ ചതിച്ചെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ ഉബായിയാണ്, ചതിച്ചവനെന്നാണ്. പക്ഷേ ദൈവമേ, നീ അറിയുന്നല്ലോ എൻ്റെ ഹൃദയം, ഞാൻ അവനെ ചതിച്ചിട്ടില്ല, ഞാൻ അവനോടൊരു ഉപായം ചെയ്തിട്ടില്ല. നീ എൻ്റെ സ്ഥിതികളെ അറിയുന്നല്ലോ, അതുകൊണ്ട് എൻ്റെ സഹോദരന്റെ മനസ്സ് മാറ്റണമേ എന്ന് യാക്കോബ് പ്രാർത്ഥിച്ചു. ഞാനിത് ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുന്നത്, ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നത് അത് അങ്ങനെ ആയതുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയാണ് സംസാരിച്ച് പേടിയതായിരുന്നു. എൻ്റെ പേര് യാക്കോബ് എന്നാണ്,
ചതിച്ചിട്ട് പോകുന്നവനാണെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവത്തോട് പറഞ്ഞ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നീ അറിയുന്നല്ലോ. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അന്ന് ദൈവത്തോട് അവൻ കരഞ്ഞപ്പോൾ, അവൻ ഉപായിയാണെന്നുള്ള ചിന്ത അവൻ നിന്ന് മറ്റവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ദൈവനോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ പേര് തന്നെ ഞാൻ മാറ്റാൻ പോകുക, നിന്നെ അടിപൊളി ഞാൻ മാറ്റാൻ പോകുക, നിന്റെ മേൽ എൻ്റെ വാക്തത്വമുണ്ട്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാ, നിന്റെ ഹൃദയം എനിക്ക് പ്രസാദമുള്ളതാ, അതുകൊണ്ടാ ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞത്, നീ യാത്ര ചെയ്ത് മടങ്ങി വരുമെന്ന്. നിന്റെ യാത്രയിൽ ഞാനാ കൂടിയിരിക്കുന്നത്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിലും ഞാൻ നിങ്ങളും ദിവസങ്ങളിൽ കരയേണ്ട സമയങ്ങളിൽ കരഞ്ഞുകൊള്ളണം കേട്ടോ. ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാക്തത്വം ഉള്ളത് കൊണ്ട് അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി കരയുന്ന ദിവസങ്ങളാക്കി മാറട്ടെ. ഈ രാത്രിയിലെ പ്രാർത്ഥന നമുക്ക് ദൈവസ്ഥനിൽ കരയാൻ, കർത്താവേ എനിക്ക് പ്രാപിക്കേണ്ട നന്മകളുണ്ട്, ചിലത് മറക്കേണ്ടത് ചിലത് മറക്കാനുണ്ട്. രാത്രി ചിലതിനെ മറപ്പിക്കണമേ, എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തണമേ. ദൈവം അവനെ സന്ദർശിച്ചു, ദൈവം അവന്റെ കണ്ണുനീർ കണ്ടു. അവിടെ ദൂതൻ ഇറങ്ങി വന്നു, അവനോട് ഇടപെടുവാൻ ഇടയാത്തിരുന്നപ്പോൾ അവൻ പറഞ്ഞു, നീ പോകാൻ പാടില്ല, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിടിച്ചെങ്കിൽ അവന്റെ പേര് മാറ്റി അവനെ ഇസ്രായേൽ എന്ന് പേരിടുവാൻ ഇടയാത്തിരുന്നു. പറഞ്ഞു, നീ അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ഇവൻ ദൈവത്തെ അവിടെ വെച്ച് പെനിയേൽ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിന്റെ സൂര്യൻ ഉദിച്ചു. അങ്ങോട്ട് പോയപ്പോൾ സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ കടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള ഊർജം അവന് പകരുവാനിടയായി തീർന്നു. ഗമനത്തിനുള്ള യാത്രയ്ക്കുള്ള ഊർജം അവന് ലഭിച്ചത് ദർശനത്തിലൂടെയാണ്. മടങ്ങി വരുമ്പോൾ യാബോക്കിന്റെ കടൽ തീരത്തിൽ വെച്ച് ആ തോടിന്റെ ആറിന്റെ തീരത്ത് വെച്ച്, യാബോക്കിന്റെ ആറിന്റെ തീരത്ത് വെച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്ഥിതി മാറ്റിയപ്പോൾ അവന്റെ സൂര്യൻ ഉദിപ്പാനിടയായി തീർന്നു. മടക്ക് യാത്രയിൽ ദൈവം ഉദിച്ച സൂര്യൻ എന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദമുള്ള ഒരു വ്യക്തിയായിട്ടാണ് യാക്കോബ് മടങ്ങി വരുന്നത്. ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവൻ സൂര്യൻ ഉദിച്ചു, അവൻ ആ സ്ഥലത്തിന് പെനിയേ എന്ന് പേരിട്ടു. അവിടെ മടങ്ങി യാത്ര ചെയ്ത് പോരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഇവൻ വരുന്നുണ്ട്. 21-ാം അധ്യായത്തില് നമുക്കറിയാം ഏശാവ് വരുന്നുണ്ട്. ഏശാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ കണ്ട് വളരെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു. സന്തോഷത്തോടെ അവര് വളരെ കുശലം പറഞ്ഞു. അവര് സഹോദരന്മാർ എന്നുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ആയിക്കഴിഞ്ഞപ്പോൾ അവരവിടുന്ന് യാത്ര പിരിഞ്ഞു. ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് മാനുഷിക സ്വഭാവമെടുത്തു. അതുവരെ ഉണ്ടായിരുന്ന കരച്ചിലും വേദനയും പ്രയാസവും എല്ലാം പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ തരംഗം മാറി. അത് മനുഷ്യ സ്വഭാവമാണ്. എൻ്റെ സ്വഭാവമാണ്, നിങ്ങളുടെ സ്വഭാവം. എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയത്തില്ല, നമ്മുടെയൊക്കെ സ്വഭാവമാണ്. അല്ലേ? അതുവരെ കരച്ചിലും പ്രാർത്ഥനയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു വിഷയം, ഏശാവ് എന്നുള്ള വിഷയം സന്തോഷത്തോടെ പിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് യാക്കോബിന്റെ ദൈവാശ്രയൊക്കെ അങ്ങ് വിട്ടു. പിന്നീട് സ്വന്തമായ ചില പ്ലാനുകളൊക്കെ അങ്ങ് എടുത്തു. പ്ലാൻ എടുക്കാൻ മിടുക്കനാണ്. വിചാരിച്ചു, ഇനിയിപ്പം അത്ര ധൃതിയിൽ അങ്ങോട്ട് പോകുമൊന്നും വേണ്ട. അതുകൊണ്ട് സൂക്കോത്ത് എന്ന സ്ഥലത്ത് വീട് പണിതു. എൻ്റെ 33-ാം അധ്യായം 17-ാം വാക്യമാണ്. മടങ്ങിപ്പോയി യാക്കോബ്, ഏശാവ് അന്ന് തൻ്റെ വഴിക്ക് സെയിലിലേക്ക് മടങ്ങിപ്പോയി. യാക്കോബോ സൂക്കോത്തിൽ യാത്ര പുറപ്പെട്ടു. തനിക്ക് ഒരു വീട് പണിതു. കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സൂക്കോത്ത് എന്ന് പേർ. ഇവിടെ സ്ഥിരതാമസമാക്കാനുള്ള ചില വർഷങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. നീ ഇവിടെ ഒരു ദിവസം താമസിച്ചാൽ നിനക്കത് പിന്നീട് ബുദ്ധിമുട്ടാണ്. ദൈവം പറഞ്ഞത് യാത്ര ചെയ്യുന്നത്, നീ പോകാനല്ല പറഞ്ഞത്, യാത്ര ചെയ്യാനല്ല പറഞ്ഞത്. ദൈവത്തോട് ചോദിച്ചോ ഇവിടെ വീട് പണിയാനായിട്ട്? ഇല്ല. സ്വന്തമായി പ്ലാൻ ചെയ്തു. സമാധാനം കിട്ടി, സ്വസ്ഥത കിട്ടുമ്പോൾ തന്നെ പ്രാർത്ഥനയൊക്കെ അങ്ങ് മാറ്റിവെക്കും. അല്ലേ? പിന്നെ എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ്. യാക്കോബിന് വന്നത് അതേ രീതി തന്നെയാ. മനുഷ്യനല്ലേ, നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ കണ്ണുനീരും കരച്ചിലും പ്രാർത്ഥനയും സാക്ഷ്യവും ബുദ്ധിമുട്ടും ഒക്കെ ഏത് പ്രാർത്ഥനയ്ക്കും കാണും. രാത്രി പ്രാർത്ഥനയും കാണും, പകലത്തെ പ്രാർത്ഥനയും, എല്ലാ പ്രാർത്ഥനയും കാണും.
സ്വസ്ഥതയായി കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയെന്ന് കാണത്തില്ല. യാബോക്കിന്റെ അവിടെയൊക്കെ പറ്റി ഭയങ്കര കണ്ണുനീരായിരുന്നു, കരച്ചിലായിരുന്നു. ഹൃദയത്തിന്റെ വേദന ഇതായിരുന്നു, ഈ ഏശാവിനെ ഒന്ന് രക്ഷപ്പെടണം, എന്നെ കൊല്ലരുത്, അതാവുന്ന നിന്റെ പ്രാണനെ ഞാൻ പരിപാലിക്കാം. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് മാനുഷികമാണ്. എല്ലാവർക്കും കുറവ് പറ്റും. നമ്മളാരും വിചാരിക്കുന്നത് ഭക്തന്മാർക്കാർക്ക് കുറവ് പറ്റുന്നല്ല, ഇല്ലാത്തവരെന്നല്ല. യേശു ഒഴികെ ബാക്കിയുള്ള സകല മനുഷ്യർക്ക് ഇവിടെ കുറവ് പറ്റിയവരാ, കുറവുകളുള്ളവരാ. നമ്മളൊക്കെ കുറവുള്ളവരാ അല്ലേ? എന്നും ഒരുപോലെയാണോ? അല്ല. വേദനയും പ്രയാസം കർഷകയൊക്കെ ഉള്ള സമയത്താണ് കണ്ണുനീരും ബുദ്ധിമുട്ടും ഉപവാസമൊക്കെ. അല്ലെങ്കിൽ നമുക്കും ട്രിപ്പൊക്കെ പോകാൻ തോന്നും. പോകണം, പോകണ്ടല്ലോ ഞാൻ പറഞ്ഞത്, പോകണം, ദൈവമക്കൾ പോകണം. പക്ഷെ എന്നും ട്രിപ്പ് അടിക്കരുത്, എന്നും അതൊരു ഇതാക്കരുത്. ഇവിടെ യാക്കോബ് ഈ സൂക്കത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏശാവ് അവൻ്റെ വഴിക്ക് പോയപ്പോൾ ഇവൻ്റെ മനസ്സിലങ്ങ് റിലാക്സ് ചെയ്തിട്ട് വീടൊക്കെ പണിതു. എന്തുകൊണ്ടാ സംഭവം? ഇതിനെന്താ പറ്റുന്നറിയാവോ? ഇവനോട് താമസിച്ചത് കൊണ്ടാണ് റാഹേലിന് വീട്ടിലെത്താൻ കഴിയാതെ പോയത്. വഴി വെച്ച് പ്രസവിക്കേണ്ടതും മരിക്കേണ്ടതും വന്നത് ഇവിടെ ഈ യാക്കോബിൻ്റെ ഈ ബുദ്ധി കൊണ്ടാണ്, ഇവനിവിടെ താമസിച്ചുകൊണ്ടാണ്. ദൈവം പ്ലാൻ ചെയ്തില്ല വഴി വെച്ച് റാഹേൽ മരിക്കാനായിട്ട്. അവൾ മരിച്ചു പോകും, അത് ശരിയാ. പക്ഷേ അവള് മരിച്ചു പോകണം, അവൾ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ വഴി വെച്ച് മരിക്കാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും എഫ്രാത്തിനടുത്ത് ബേത്ലഹേമിനടുത്തുള്ള സ്ഥലം വരെ എത്തി. അവിടെ ആ വഴി സൈഡിന് അടുത്ത് ബേത്ലഹേമിന് അടുത്തുള്ള സ്ഥലത്ത് വെച്ചാണ് അവൾ മരിക്കുന്നത്. വഴി വെച്ച് അവൾ ബെന്യാമിനെ പ്രസവിക്കുന്നത് കൂടിയാണ് മരിക്കുന്നത്. റാഹേലിൻ്റെ കല്ലറത്തൂൺ അവിടെ ഉണ്ടാക്കേണ്ടിടയാത്തത്. ഞാൻ പറഞ്ഞത് ഇവിടെ താമസം വന്നത് അവിടെ എത്താനുള്ള സമയം കളഞ്ഞു. ദൈവം പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ പോകുമ്പോൾ നാം റിലാക്സ് ചെയ്യരുത്. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വസ്ഥമായെന്ന് കണ്ടുകൊണ്ട് നാം ചെയ്തു വരുന്ന കാര്യങ്ങൾ മുടക്കിക്കളയരുത്. രാത്രി നമ്മളോട് ദൈവം സംസാരിക്കുക, എന്നോട് ഇടപെടുക. അങ്ങനെ ചെയ്താൽ ദൈവത്തിന് ഇഷ്ടമല്ല. നാം അങ്ങ് എത്തുവോളം, യാത്ര തീർന്ന് അവിടെ എത്തുവോളം ഇവിടുത്തെ ഒരു വിഷയം തീർന്നല്ല. യാക്കോബേ, നിന്റെ ജീവിതത്തിൽ ഈ ഏശാവിൻ്റെ വിഷയം പരിഹരിക്കപ്പെട്ടതല്ല ഒരു വിഷയം. നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. വാഗ്ദത്തത്തിൻ്റെ പിതാവായിരിക്കുന്ന ഇസ്ഹാക്കിൻ്റെ അടുത്ത് നീ മടങ്ങിച്ചെല്ലണം. ബഥയിൽ കിടക്കുന്നുണ്ട്. നീ അവിടെ ഒരു സെൻട്രൽ പോയിന്റിൽ ഒരു കല്ല് നാട്ടി എണ്ണ ഒഴിച്ചിട്ട് പോന്നിട്ടുണ്ട്. അവിടേക്ക് എത്താൻ ദൈവത്തിൻ്റെ പദ്ധതിയാ, ദൈവത്തിൻ്റെ സമയമാ. ഇവിടെ സൂക്കോത്തിൽ നീ താമസിക്കരുത്, നീ അവിടെ പ്ലാൻ ചെയ്യരുത്. അവൻ എന്ത് ചെയ്തു? അവിടെ താമസിച്ചുകൊണ്ട് അവിടെ ശേഖേമിൽ അവൻ അവിടെ എലോഹ ഇസ്രായേൽ എന്ന് പേരിട്ട് ഒരു യാഗപീഠം പണിതു. ദൈവത്തെ മറന്നില്ല. ആരാധനയുണ്ട്, യാഗമുണ്ട്. അവന് പേര് കിട്ടിയ പേരനുസരിച്ച് ഒരു യാഗപീഠം പണിതു. യാക്കോബ് ആദ്യം പണിയുന്ന യാഗപീഠം. പക്ഷെ യാക്കോബ് ആദ്യം പണിത യാഗപീഠം ദൈവത്തിന് ഹിതമുള്ള സ്ഥലത്തായിരുന്നില്ല. എല്ലാവരും ആരാധനക്കാരാ, എല്ലാവരും പ്രാർത്ഥനക്കാരാ. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു സൗകര്യമനുസരിച്ചുള്ളതാകരുത് നമ്മുടെ ആരാധന. എൻ്റെ സമയത്തിനനുസരിച്ചുള്ള, എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അത് നോക്കിയല്ല നാം ആരാധിക്കേണ്ടത്. ഇവിടെ യാക്കോബ് സമയം മുമ്പോട്ട് പോകുന്നല്ലോ. എനിക്കിതേക്കുറിച്ച് വിസ്തരിക്കാൻ ഉണ്ട്, പക്ഷേ ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, നിർത്താം. ഇവിടെ യാക്കോബ് വിചാരിച്ചു ആരാധിക്കണം, പക്ഷേ എനിക്കിപ്പോൾ ഇവിടെയാണ് സൗകര്യം. ഞാൻ ഇവിടെ ഈ സൂക്കോത്ത് അല്ലെങ്കിൽ ഈ ശേഖമിൽ ഞാൻ സ്ഥലം വിലയ്ക്ക് വാങ്ങി, അവിടെ 100 വെള്ളിക്കാശ് കൊടുത്ത് സ്ഥലം വാങ്ങി അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. യാക്കോബേ, നിന്റെ പണം ദൈവത്തിന് വേണ്ട. നീ ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു യാഗപീഠം പണിയാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവം പറഞ്ഞു, നിനക്ക് അവകാശമായി തരുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് നോക്കൂ, വിലയൊന്നും കൊടുക്കണ്ട. അബ്രഹാം സ്ഥലം വാങ്ങിച്ചത് മക്ബോല സ്ഥലം വാങ്ങിച്ചത് ശവകുടീരത്തിന് വേണ്ടിയുള്ള, ശവക്കല്ലറയ്ക്ക് വേണ്ടിയുള്ളതാണ്. കാരണം അവിടെ ശ്മശാന ഭൂമി കിട്ടിയില്ലെങ്കിൽ യാക്കോബൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവിടെ ചെന്നാൽ അടക്കാൻ പറ്റത്തില്ല, വല്ലവൻ്റെ ആയിരിക്കും. അതുകൊണ്ടാണ് ശവസ്ഥലം, ശവസ്കാരം ഉള്ള ഭൂമി
ശ്മശാന ഭൂമി വാങ്ങിച്ചു വെച്ചത്. അത് ജന്മമായിട്ട് കിട്ടി, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി കിട്ടി. അബ്രഹാം അതിനു വേണ്ടി സ്ഥലം കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിയത്. പക്ഷെ ഇവിടെ വാഗ്ദത്ത സ്ഥലത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് യാഗപീഠം പണിയേണ്ടത്. പക്ഷെ ഇവനിവിടെ എല്ലലോഹ ഇസ്രായേൽ എന്ന് പേരിട്ട് ശേഖമിൽ ഒരു ആലയം പണിതു. വാഗ്ദദേശമാണ്, പക്ഷേ ദൈവം പറഞ്ഞു ഇവിടെയല്ല ആലയം പണിയേണ്ടത്. ദൈവം നിന്നോട് സംസാരിച്ചപ്പോൾ വിട്ട ഒരു സ്ഥലമില്ലേ, അവിടെയാണ് പണിയേണ്ടത്. ശരിയാ, ശേഖമൊക്കെ വാഗ്ദദേശത്ത് വരുന്നതാ. ഞാൻ പറഞ്ഞല്ലോ, എവിടെയാണ് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആലോചനയ്ക്കും നമ്മുടെ സൗകര്യത്തിനും ആകരുത് ദൈവിക കാര്യങ്ങൾ. പൈസ മുടക്കിയത് കൊണ്ട് എൻ്റെ ഇഷ്ടത്തിനായിരിക്കരുത്. എനിക്ക് പണം ഉള്ളത് കൊണ്ട് ഞാൻ ആ പണത്തിൻ്റെ അനുസരിച്ച് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനായിരിക്കരുത് ആരാധന. മനസ്സിലായോ? ചിലർ പണമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിനായിരിക്കണം പിന്നീടുള്ള പിന്നെ സഭയുടെ കാര്യങ്ങളൊക്കെ പോകേണ്ടത്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ദിവസങ്ങളിൽ സാമ്പത്തികം ഉണ്ടായി കഴിയുമ്പോൾ അവർ വിചാരിക്കും ഇനി ഞാൻ പറയുന്നത് പോലെ മതി, ഞാൻ പറയുന്നത് പോലെ മതി സഭകൾ. അതാ സഭകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷൻ ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, ആനുവൽ മീറ്റിംഗ് എല്ലാം ഉണ്ട്, വർഷം തോറും എല്ലാം നടത്തും. പക്ഷേ ദൈവം പറയുന്നത് നിന്റെ പണം കൊണ്ട് നീ പണി വെക്കുന്നതൊന്നുമല്ല എനിക്ക് വേണ്ടത്. പണ്ട് പിതാക്കന്മാർ ചെയ്തത് അതിൻ്റെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കിയ പ്രാർത്ഥിച്ച കൺവെൻഷൻ നടത്തിയിരുന്നത്. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വേണം, ഒക്കെ വേണം, നമുക്ക് സമ്പത്ത് വേണം. പക്ഷെ സമ്പത്ത് കിട്ടുമ്പോൾ അതുകൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിച്ചുകൊണ്ട് പേരിന് ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ട് കാര്യമൊന്നുമില്ല, പേരിന് പ്രാർത്ഥന നടത്തിയിട്ട് കാര്യമില്ല. ഇതെല്ലാം ചെയ്തു കൂട്ടാം, ദൈവത്തിന് പ്രസാദം വരത്തില്ല. ഇവിടെ യാക്കോബ് സ്ഥലം വാങ്ങി. ദൈവം പറഞ്ഞോ നീ സ്ഥലം വാങ്ങാനായിട്ട്? അവിടെ നീ സ്ഥലം വാങ്ങി യാഗപീഠം പണിയാൻ ദൈവം പറഞ്ഞോ? ഇല്ല, ദൈവം പറഞ്ഞില്ല. അവൻ നോക്കിയപ്പോൾ ആദ്യം മുടക്കിയ പൈസ ദശാംശം കൊടുക്കാമെന്നല്ല പറഞ്ഞത്. ദശാംശം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഈ ദശാംശത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് സ്ഥലം അങ്ങ് വാങ്ങിച്ചേക്കാം. സ്ഥലം വാങ്ങി യാഗപീഠം പണിതു. അതൊക്കെ നല്ല കാര്യമാണ്, ചെയ്തതൊക്കെ നല്ല കാര്യം. പക്ഷെ ദൈവം പറഞ്ഞു ഇവിടെ അല്ല സ്ഥലം, അവിടെ പ്രശ്നമുണ്ടായി. 34 അധ്യായം ഞാൻ വായിക്കുന്നില്ല, അറിയാം. ഇവനോട് തമ്പടിച്ചു കഴിഞ്ഞപ്പോൾ കൂടാരമൊക്കെ പണിത്, വീടും പണിതു, കൂടാരം പണിതു, സംഗതികളെല്ലാം സെറ്റപ്പാക്കി. അവിടെ സൂക്കത്തിൽ വീട് പണിതു, ശേഖേമിൽ കൂടാരമൊക്കെ അടിച്ച് അവിടെ അങ്ങ് പരന്നു. വീടും കൂടാരമൊക്കെ ആയിട്ട് യാക്കോബിൻ്റെ മക്കളും യാക്കോബ് വന്ന ആൾക്കാരെല്ലാം കൂടി അവിടെ അങ്ങ് സ്ഥിരതാമസമാക്കാനുള്ള പ്ലാനായപ്പോൾ ദൈവം അവിടെ പ്രശ്നം, പ്രതിസന്ധി ഉണ്ടാക്കി. ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നങ്ങൾ തലതിരിഞ്ഞു. എല്ലാം ഉപേക്ഷിച്ച്, വീടും ഉപേക്ഷിച്ച്, കൂടാരം ഉപേക്ഷിച്ച് അവിടുന്ന് പരക്കം പായേണ്ടതായിട്ട് വന്നു. അതാണ് അവസാനം കാണുന്നത്. പക്ഷെ എന്നാൽ ദൈവം കൈവിട്ടില്ല, ദൈവനെ കൈവിട്ടില്ല. ദൈവം ദൈവഭീതി അയച്ചു. അവര് കൂട്ടം കൂടി കൊന്നുകളയായിരിക്കാൻ വേണ്ടി ദൈവം അബ്രഹാം യാക്കോബിൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ ദൈവഭീതി അയക്കുവാനിടയായി തീർന്നു. ദൈവഭീതി അയച്ചതുകൊണ്ട് അവരെ ആരും പിൻപറ്റിയില്ല, പിന്തുടർന്നില്ലെന്നാണ് 35-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 35 പേടിച്ചുപോയി, യാക്കോബ് പേടിച്ചുപോയി. ഏദോമിൻ്റെ വിഷയത്തെക്കാൾ വലിയ വിഷയം അവിടെ ഉണ്ടായി. ജാതികളെല്ലാം കൂടി കൊന്നുകളയുന്നുള്ള അവസ്ഥ വന്നു. പക്ഷേ ദൈവം കൈവിട്ടിൽ. ദൈവം പറഞ്ഞു, ദൈവം അവനോട് ഇടപെട്ട് അവനോട് സംസാരിച്ച് യാക്കോബിനോട് ആനന്ദം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കാം. സഹോദരനായ യേശാന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. കുറവിനെ ദൈവം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. വീടിനകത്ത് പ്രശ്നമുണ്ടായി. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളോടുള്ള ആലോചന നാം തെറ്റിക്കുമ്പോൾ. ദൈവത്തോട് നാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യതിചലനം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷെ അത് സംഭവിക്കുമ്പോഴും അനർത്ഥമായി തീരാതെ ദൈവം ഇടപെടും. ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, നിനക്ക് കുറവിതാ സംഭവിച്ചത്. നീ എന്തിനാ സൂക്കത്തിൽ വീട് പണിതത്? എന്തിനാ ശേഖമിൽ പാർക്കാൻ നീ പ്ലാൻ ചെയ്തത്? നിന്നോട് ആരോ ചോദിച്ചിട്ടാണ് അവിടെ താമസിച്ചല്ലോ? അല്ല. നിന്റെ വിഷയം പരിഹരിക്കപ്പെട്ടു നീ വിചാരിച്ചതെല്ലാം തീർന്നു? അല്ല യാക്കോബേ, ഇല്ല. നീ ശേഖമിലല്ല നീ പാർക്കേണ്ടത്. നിന്നോട് ഞാൻ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, നീ അങ്ങോട്ട് ഓടിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ഇന്ന് രാത്രിയിൽ
വിശ്വാസി ഇറങ്ങിയപ്പോൾ ചില കാര്യങ്ങളുണ്ട്, മറന്നു കളയരുത്. പലതും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇറങ്ങിയപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. മറന്നു കളഞ്ഞോ? മടങ്ങി വരാം. ഇത് രാത്രിയിൽ മടക്കയാത്രയാണ്. മടക്കയാത്ര. നമുക്ക് അപ്പൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ? നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് പോകണ്ടേ? അതോ ഇവിടെ നമുക്ക് സൂക്കോത്ത് വീടുണ്ടാക്കിയാൽ മതിയോ? രാത്രി ദൈവാത്മാവ് ചോദിക്കുക, സൂക്കോത്ത് വീടുണ്ടാക്കി, കന്നുകാലിക്കൂട്ടങ്ങളെ ഉണ്ടാക്കി, മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചാൽ മതിയോ? ഞാൻ സന്ദേശം നടത്താൻ പോകുകയാ. യാത്ര മടങ്ങി അപ്പൻ്റെ വീട്ടിലെത്തണം. എനിക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവിരിക്കുന്ന ഭവനത്തിൽ നമുക്ക് എത്തിച്ചേരണം. യാക്കോവേ, ദർശനം കിട്ടി. യാക്കോവേ, നിന്റെ ജീവിതം സൂക്കോത്ത് നിൽക്കാൻ പാടില്ല. അത് ന്യായറിൽ പൊക്കോ, അമേരിക്ക പൊക്കോ, എവിടെയും പൊക്കോ, ഏത് ദേശത്തും പൊക്കോ, നീ വായിക്കുന്ന എല്ലായിടത്തും പൊക്കോ. പക്ഷേ അവിടമല്ല തമ്പടിക്കേണ്ടത്, അവിടമല്ല ആശ്രയമാക്കേണ്ടത്. ദിവസങ്ങളിൽ പെന്തക്കോസ്തുകാരാ, നമ്മുടെ തലമുറകളെ ദൈവം പല സ്ഥലങ്ങളിൽ അയച്ചിട്ടുണ്ട്. ദൈവം വഴി തുറന്നു വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മൾ അവകാശം ഒരുക്കി തരും. പക്ഷേ തമ്പടിക്കേണ്ടത് എവിടെയല്ല, നാം എത്തേണ്ടത് അപ്പൻ്റെ വീട്ടിലാ. അതെ, ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന സ്ഥലത്തെത്തണം. അവിടെയാ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം വെക്കേണ്ടത്. ചില ഹൃദയങ്ങളോട്, നമ്മളോട്, എന്നോട് ദൈവാത്മാവ് സംസാരിക്കുക. അതെ, യാക്കോബിനോട് സംസാരിക്കുക. യാക്കോബേ, നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണോ? അല്ല, നിനക്കിതെല്ലാം ഒരുക്കി തന്നത് ഞാൻ തന്നെയല്ലേ? അതെ, പക്ഷേ നീ എന്തിനാണ് സൂക്കോത്തിൽ വീട് പണിതത്? എന്തിനു വേണ്ടിയാ അവിടെ കന്നുകാലികൾക്ക് വേണ്ടി നീ തൊഴുത്തുണ്ടാക്കിയത്? നിന്റെ പ്ലാൻ എന്തായിരുന്നു? നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഞാൻ നിന്നെ ദൈവത്തിന്റെ പ്രഭുവാക്കിയതല്ലേ? എനിക്ക് ആ പേരിൽ നിന്നെ ബദലിൽ എത്തിക്കണം. എനിക്ക് നിന്നെ അപ്പൻ്റെ ഭവനത്തിൽ എത്തിക്കണം. എൻ്റെ പദ്ധതിയാ. നിന്റെ ഗമനത്തെ പരിപാലിച്ച് എനിക്ക് നിന്റെ ആഗമനത്തെയും പരിപാലിക്കാനുണ്ട്. ഇന്ന് രാത്രി ബാക്കി കാര്യം ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ന് രാത്രി നിർത്താൻ ആഗ്രഹിക്കുക. അത് വിശ്വാസം ഇറങ്ങിത്തിരിച്ചപ്പോൾ പലതും പറഞ്ഞിറങ്ങിത്തിരിച്ച ജീവിതമേ, പലതും തീരുമാനമെടുത്ത് ഇറങ്ങിത്തിരിച്ച ജീവിതമേ, രാത്രി ദൈവാത്മാവ് ചോദിക്കുക, നാം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ മറന്നുപോയോ? എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? രാത്രി എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയപ്പെടണം. എല്ലാ തലകളും ദൈവസനയിൽ കുനിയപ്പെടണം. ദൈവസനയിൽ നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ, ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ പലതും എന്നോട് പറഞ്ഞു, കർത്താവ്, നിനക്ക് വേണ്ടി മരണം വരെ ഞങ്ങൾ ജീവിക്കാം. അങ്ങേ മാത്രമാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞിറങ്ങിയതാ. എൻ്റെ വേല, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിറങ്ങിയതാ. എനിക്കെല്ലാം എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞിറങ്ങിയതാ. ഈ പുസ്തകം മാത്രം മതിയെന്ന് പറഞ്ഞിറങ്ങിയതാ. പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ ദർശനം മറ്റിപ്പോയി, എൻ്റെ കാഴ്ചപ്പാട് മാറിപ്പോയി. എല്ലാവർക്കും സ്വയം ദൈവസനിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. രാത്രി ദൈവാത്മാവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്. ദൈവാത്മാവ് നമ്മയോട് സന്ദർശിക്കുന്ന രാത്രിയായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നീ എവിടെയാ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? USA-ലാണോ, അയർലൻഡിലാണോ, അമേരിക്കയിലാണോ, കേരളത്തിലാണോ, ഇന്ത്യയിലാണോ, കോട്ടയത്താണോ, പാമ്പാടിയിലാണോ? നീ എവിടെയാ പ്ലാൻ ചെയ്യുന്നത്? അതോ ദൈവത്തിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ്? അവിടെ ചില കാര്യങ്ങൾ ചെയ്യാനില്ലേ? അപ്പൻ്റെ വീട്ടിലെത്തണ്ടേ? ഇന്ന് രാത്രി പറയാം, എനിക്ക് അപ്പൻ്റെ വീട്ടിലെത്തണം. അതെ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അപ്പൻ്റെ ഭവനത്തിലെത്തണം. സൗഖ്യത്തോടെ നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് വരുന്നു. അവൻ ഇന്ന് മുതൽ നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. വിശ്വാസം ഇറങ്ങിത്തിരിച്ച ജീവിതമേ, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ദൈവം മാറ്റി. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായതുകൊണ്ട് നമ്മെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന മുമ്പാകെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ആദ്യ വിശ്വാസം മുറുകെ പിടിക്കുവാൻ, ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുക. എത്ര പേർക്ക് ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയും? നമ്മുടെ പ്ലാനുകളെല്ലാം മാറ്റിവെക്കും. ദൈവത്തോടെ, കർത്താവേ, നിന്റെ ആലോചനയ്ക്കൊത്തവണ്ണം ഞാൻ ജീവിക്കാം. എല്ലാ കരങ്ങളും ദൈവത്തിന് ഉയർത്തി അല്പസമയം ദൈവത്തിന് സംഭവിച്ചു കൊടുത്താട്ടെ. എനിക്ക് എൻ്റെ ഭവനത്തെ എത്തിച്ചേരണം. ഞാനല്ലേ നമ്മൾ ഇറങ്ങിത്തിരിച്ചു. അതല്ലേ എനിക്ക് ഈ ജീവിതം യാത്ര ചെയ്ത് മടങ്ങി എത്തിച്ചേരണം. എനിക്ക് അവിടെ എത്തണം. അറൈവൽ പോയിന്റ് അവിടെയാണ്. ഇവിടെ നമ്മുടെ യാത്ര ആരംഭിച്ചതേ ഉള്ളൂ.
അവിടെ എത്തിച്ചേരുവാൻ, ആ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ, സ്വർഗീയ സിംഹാസനത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് ദിവസങ്ങൾ ഒരുങ്ങാം, സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.